ബാബു സാറാണേ. എല്ലാവർക്കും നമസ്കാരം. മക്കളെ, +1 ഹിന്ദിയുടെ സൈലത്തിന്റെ ആദ്യത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ എല്ലാവരും SSLC കഴിഞ്ഞ് +1 എത്തി. ഒരുപാട് ആളുകൾ വ്യത്യസ്ത സ്കൂളുകളായിരിക്കും ഒരു പക്ഷേ പഠിക്കുന്നുണ്ടാവുക. ആ സ്കൂളിലൊക്കെ തന്നെ പഠിച്ച് നിങ്ങൾ മനോഹരമായിട്ട് മുന്നേറാൻ വേണ്ടി തയ്യാറായി നിൽക്കുകയാണ്. നിങ്ങൾക്ക് പരീക്ഷ ആദ്യമായിട്ട് വരികയാണ്, ഓണപരീക്ഷ വരികയാണ്. മക്കളെ, ഒരു കാര്യമുണ്ട്, നിങ്ങൾക്ക് ഓണപരീക്ഷയ്ക്ക് മറ്റെല്ലാ ക്ലാസ്സുകാർക്കും ഉള്ളതുപോലെ സ്റ്റേറ്റ് ലെവലിലുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ പരീക്ഷ അല്ല. ഓരോ സ്കൂളുകളിലും എത്രമാത്രം പഠിപ്പിച്ചു അതിനെ ആസ്പദമാക്കിയിട്ട് നിങ്ങൾ ടീച്ചേഴ്സ് തയ്യാറാക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പർ പ്രകാരമാണ് പരീക്ഷ നടക്കാൻ പോകുന്നത്. ഏതായാലും ആദ്യം തന്നെ സെക്കൻഡ് ലാംഗ്വേജ് +1 ഹിന്ദി എടുത്ത മുഴുവൻ കുട്ടികൾക്കും ബാബു സാറിന്റെ ഒരു ബിഗ് സല്യൂട്ട്. മക്കളെ, നമ്മുടെ ഈ വർഷത്തെ ഓണപരീക്ഷയിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളതിൽ ആദ്യത്തെ കുറച്ച് പാഠഭാഗങ്ങൾ മാത്രമാണ് പരീക്ഷയ്ക്ക് വരുന്നത്. അത് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ഓക്കെ, നമ്മൾ ആദ്യം നിങ്ങളെ +1 ടെക്സ്റ്റ് ബുക്ക് തുറക്കുന്ന സമയത്ത് നിങ്ങൾ നോക്കും മക്കളെ, പന്നേ പലട്ടിനെ പറഞ്ഞ എന്താ പന്നേ എന്ന് പറഞ്ഞാൽ പേജ് എന്നാണ്. പലട്ടിനെ പറഞ്ഞ പേജ് മറയ്ക്കുമ്പോൾ നിങ്ങൾ എന്ത് കാണും? നിങ്ങൾ ഇവിടെ 4 കോളങ്ങൾ കൊടുത്തു കണ്ടോ? ഇത് 4 യൂണിറ്റ് ആണ്. ഇവിടെ നോക്കൂ, ഇക്കായി 1, ഇക്കായി 2, ഇക്കായി 3, ഇക്കായി 4, 4 യൂണിറ്റ് ആണ്. ഇവിടെ നിങ്ങൾ ഇക്കായി 1 എന്ന് പറഞ്ഞാൽ യൂണിറ്റ് 1 ആണ്. ആ യൂണിറ്റിന് ഒരു പേരുണ്ട്, സപ്പനെ സുഹാനെ എന്നാ, സുന്ദര സ്വപ്നങ്ങൾ എന്നാണ്. അതിൽ നിങ്ങൾ ഈ കോളത്തിൽ ഞാൻ ഇവിടെ ഒരു 4 എന്ന് എഴുതിയത് കാണാം. നിങ്ങൾക്ക് 4 എന്ന് 4 പാഠങ്ങളാണ് ആ യൂണിറ്റിൽ സുന്ദര സ്വപ്നങ്ങൾ എന്ന് പറയുന്ന പാഠങ്ങളിൽ പഠിക്കാനുള്ളത്. രണ്ടാമത്തെ ഇക്കായി 2യിൽ വരുന്ന 4 പാഠങ്ങളുണ്ട്. ആ യൂണിറ്റിന്റെ പേര് ചാന്ദ് സിതാരെ, ചന്ദ്രനും നക്ഷത്രങ്ങളും എന്നാണ് ആ യൂണിറ്റിന്റെ പേര്. മനോഹരമായ പാഠങ്ങളാണ് ഇതിലുള്ളത്. അടുത്തത് ഇക്കായി 3 ആണ്. അതിലും ഒരു 4 പാഠമുണ്ട്. മൊത്തം യൂണിറ്റിന്റെ പേര് ജാൻ പഹച്ചാൻ എന്നാണ്, അറിവും തിരിച്ചറിവും എന്നാണ്. വളരെ മനോഹരമായ പാഠങ്ങളാണ് ഇതിലും ഉള്ളത്. ഓക്കെ, അടുത്തത് ഇക്കായി 4 ആണ്, 4ാമത്തെ യൂണിറ്റ് ആണ്. പക്ഷേ അതിൽ 3 പാഠങ്ങളെ പഠിക്കാനുള്ളൂ. ദർ കിനാർ, ഇത്തിരി സ്ഥലം എന്നാണ്. അപ്പൊ നമുക്ക് സപ്നെ സുഹാനെ, സുന്ദര സ്വപ്നങ്ങൾ, ചാന്ദ് ചിത്താരെ, ചന്ദ്രൻ നക്ഷത്രങ്ങളും, ജാൻ പഹച്ചാൻ, അറിവും തിരിച്ചറിവും, ദർ കിനാർ, ഇത്തിരി സ്ഥലം എന്ന് പറയുന്ന 4 പേരുള്ള 4 യൂണിറ്റുകളാണുള്ളത്. അതിൽ 1ാമത്തെ യൂണിറ്റിൽ 4 പാഠം, 2ാമത്തെ യൂണിറ്റിൽ 4 പാഠം, 3ാമത്തെ യൂണിറ്റിൽ 4 പാഠം, 4ാമത്തെ യൂണിറ്റിൽ 3 പാഠം. അങ്ങനെ 4ഉം 4ഉം 8ഉം 4ഉം 12ഉം 3ഉം 15 പാഠങ്ങളാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അതിൽ നിങ്ങൾ ക്വാർട്ടർലി എക്സാമിനേഷന് നിങ്ങൾക്ക് ഈ 1ാമത്തെ യൂണിറ്റിലെ 4 പാഠങ്ങൾ മുഴുവനും പഠിക്കണം. ഓക്കെ, നമ്മൾ ഹാഫ് ഇയർലി എക്സാം ആകുന്ന സമയത്തേക്ക് 1ാമത്തെ യൂണിറ്റും 2ാമത്തെ യൂണിറ്റും 3ാമത്തെ യൂണിറ്റ് നിങ്ങൾ പഠിക്കണം. പിന്നെ നമുക്ക് വരാവുന്നത് ഫൈനൽ മോഡൽ എക്സാം ആണ്. അത് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഫൈനൽ എക്സാം ആയി. അപ്പോൾ നമുക്ക് മോഡൽ എക്സാം ആകുമ്പോഴേക്ക് നമ്മൾ ഈ 4ാമത്തെ യൂണിറ്റ് കൂടി ചേർത്ത് വേണം നമ്മൾ പഠിക്കാൻ. ഓക്കെ മക്കളെ, അപ്പൊ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ഇക്കായി 1 എന്ന് പറഞ്ഞ സപ്നെ സുഹാനെ, സുന്ദര സ്വപ്നങ്ങളിലെ 4 പാഠമുണ്ട്. ആ 4 പാഠങ്ങൾ ഏതൊക്കെയാന്ന് നമുക്ക് നോക്കാം. നോക്കൂ, 1ാമത്തത് അനുതാപ് എന്നാണ്. 1ാമത്തെ പാഠത്തിന്റെ പേരെന്താണ്? അനുതാപാണ്. ഇതൊരു ലഘു കഥയാണ്. എഴുതിയിരിക്കുന്നത് സുഹേഷ് സാഹിനിയാണ്. ഓക്കെ, ഇതിന്റെ ഡീറ്റെയിലേക്ക് വരാം. 2ാമത്തത് മധുറുദു എന്ന് പറയുന്ന ഒരു കവിതയാണ്. ജയശങ്കർ പ്രസാദ്ജിയാണ് എഴുതിയിരിക്കുന്നത്. മനോഹരമായ കവിതയാണ്, നിങ്ങൾ ഇങ്ങനെ കണ്ടിട്ടുണ്ടാവും. ഓക്കെ, 3ാമത്തെ പാഠം എന്താണ്? പത്രാണ്. യേ ഹമാര അധികാർ. ഇതിൽ നിന്ന് ചോദ്യം വരും. 8 മാർക്കാണെന്ന് പറഞ്ഞു. 2005 പാർലമെന്റ് പാസ്സാക്കിയ ഒരു ആക്ട് പ്രകാരം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ സർക്കാർ തലത്തിൽ നടപ്പിലാക്കുന്നതിനെ കുറിച്ച് വിവരം ലഭിക്കുന്നതിന് വേണ്ടി വിവരാവകാശ പ്രകാരം കാര്യങ്ങൾ ചോദിച്ചാൽ ഉത്തരം കിട്ടും. അത് നമ്മുടെ ഒരു റൈറ്റ് ആണ്. അതുമായി ബന്ധപ്പെട്ട് വിവരാവകാശ എങ്ങനെ കത്ത് തയ്യാറാക്കാം എന്നുള്ളതാണ് നമുക്ക് ഇതിൽ പഠിക്കാനുള്ളത്. അത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിലൊരു ചോദ്യം വരും, ഉറപ്പായി ചോദ്യം വരും. അത് 8 മാർക്കാണ്. അത് ക്വാർട്ടറിലേക്ക് വരും, ഹാഫ് ഇയർലേക്ക് വരും, മോഡലിന് വരും, ഫൈനലിൽ വരും. ഓക്കെ, അത് കഴിഞ്ഞാൽ നമുക്ക് പഠിക്കാനുള്ളത് ജുലൂസ് എന്നാണ്. ജുലൂസ് എന്ന് പറഞ്ഞാൽ ജാഥ എന്നാണ് അർത്ഥം. ഇത് നാട്യരൂപാന്തരാണ്. നാട്യരൂപാന്തരം എന്ന പ്രേംചന്ദ് എഴുതിയ ഒരു കഥയെ ആരാണ്? ചിത്ര മുദ്ഗൽജി എന്ത് ചെയ്യുന്നു? അതിനെ നാടകമാക്കി മാറ്റുകയാണ്. ഓക്കെ, സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട ഒരു നാടകമാണ്. ഇങ്ങനെയാണ് നമുക്ക് 4 പാഠങ്ങളാണ് പഠിക്കാനുള്ളത്. ഇതിൽ നമുക്ക് ഏതൊക്കെ ടൈപ്പ് ചോദ്യങ്ങളാണ് വരിക? ഈ 4 പാഠവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് മുൻകാല ക്വസ്റ്റ്യൻ പേപ്പർ ഒന്നും ഒരു പരിചയം ഉണ്ടാവില്ല. ഏതൊക്കെ ടൈപ്പ് ചോദ്യങ്ങളാണ് വരുന്നത്, എത്ര മാർക്കിന്റെ ചോദ്യങ്ങളാണ് വരാൻ പോകുന്നത് ആദ്യം പറയുന്നു മക്കളെ. 1, നിങ്ങൾക്ക് 1 മാർക്കിന്റെ ചോദ്യങ്ങൾ ഉണ്ട്. ഓക്കെ, പിന്നീട് നമുക്ക് 2 മാർക്കിന്റെ ചോദ്യങ്ങളുണ്ട്. ഓക്കെ, പിന്നീട് നമുക്ക് 4 മാർക്കിന്റെ ചോദ്യങ്ങളുണ്ട്. SSLC ഇത്രയുള്ളായിരുന്നു. 1 മാർക്ക്, 2 മാർക്ക്, 4 മാർക്ക്. പിന്നെ നമുക്ക് +1 ഹിന്ദിയിൽ 6 മാർക്കിന്റെ ചോദ്യങ്ങളുണ്ട്. പിന്നെ +1 ഹിന്ദിയിൽ 8 മാർക്കിന്റെ ചോദ്യങ്ങളുമുണ്ട്. ഓക്കെ, അപ്പൊ SSLC വ്യത്യസ്തമായിട്ട് നമുക്ക് ഇത്ര 6ഉം 8 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ഈ ചോദ്യങ്ങളൊക്കെ ഏത് രീതിയിലുള്ള ചോദ്യങ്ങൾക്കാണ് 1ഉം 2ഉം 4ഉം 6ഉം 8 മാർക്ക് ഉണ്ടാവുക എന്നുള്ളതാണ് നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത്. നോക്കി, ഏതെല്ലാം തരത്തിലുള്ള ചോദ്യങ്ങളാണ് നിങ്ങളുടെ ചോദ്യ പേപ്പറിൽ കാണാൻ പോകുന്നതാണ് പറയാൻ പോകുന്നത്. ഇതെല്ലാം കൂടെ ഒരു ചോദ്യ പേപ്പറിൽ വരില്ല. 80 മാർക്കിനുള്ള ചോദ്യങ്ങളെ വരുള്ളൂ. പക്ഷേ ഏതൊക്കെയാണ് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ?
ഒന്ന് മക്കളെ, ലഘു ഉത്തർ എന്ന് പറഞ്ഞാൽ 1 മാർക്കിന്റെ ചോദ്യമാണ്. 1 മാർക്കിന്റെ ചോദ്യം, അതായത് നമ്മൾ ഒരു ബ്രാക്കറ്റിൽ തിരഞ്ഞെടുത്ത് എഴുതാനോ അല്ലെങ്കിൽ ഒരു ഇഞ്ച് നീളത്തിലോ ഒറ്റ വാക്കിൽ എഴുതാനൊക്കെ ഉള്ള ഉത്തരം ഉണ്ടായിരിക്കും, 1 മാർക്ക്. പിന്നെ 2-3 വാക്യാംശം ഉത്തർ, 2-3 വാക്യത്തിൽ ഉത്തരം എഴുതണം, അതിന് നമുക്ക് 2 മാർക്ക് ആണ്. ഓക്കെ. പിന്നീട് നമ്മൾ പാഠ്യ ആധാർ പർ സഹി മിലാൻ, ചിലപ്പോൾ പാഠത്തെ ആസ്പദമാക്കിയിട്ട് കഥാപാത്രങ്ങൾ പാഠത്തിന്റെ പേരൊക്കെ തന്നിട്ട് മാച്ച് ദ ഫോളോയിങ് ഉണ്ടാവും. സഹി മിലാൻ എന്ന് പറഞ്ഞ മാച്ച് അത് അങ്ങനെ വന്നാൽ 4 മാർക്കിന്റെ ചോദ്യം അങ്ങനെ വരാറുണ്ട്. പിന്നെ ജീവൻ വൃത്ത് സെ, എന്താ ജീവൻ വൃത്ത്? ജീവൻ വൃത്ത് എന്ന് പറഞ്ഞാൽ ബയോഡാറ്റ, അനുച്ഛേദ് പാരഗ്രാഫ്. അപ്പൊ ഒരു സാഹിത്യകാരന്റെ ബയോഡാറ്റ തന്നിട്ട് അതിനെ നിങ്ങൾ ഒരു പാരഗ്രാഫ് ആക്കി മാറ്റണം. അങ്ങനെ മാറ്റുന്നതിന് നമുക്ക് 4 മാർക്ക് ഉണ്ടാവും. ചരിത്രപര ടിപ്പണി, നമ്മുടെ ക്യാരക്ടർ സ്കെച്ച്, ഏതെങ്കിലും കഥാപാത്രങ്ങളെ കുറിച്ച് അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് 4 മാർക്ക് ഉണ്ടാവും. ഓക്കെ. പിന്നീട് നമ്മൾ കവിതാക്കി ആസ്വാദൻ ടിപ്പണി, കവിതയുടെ ആസ്വാദന ടിപ്പണി എഴുതിയാൽ നിങ്ങൾക്ക് 6 മാർക്കാണ് ഉണ്ടാവുക. SLCക്ക് നമ്മൾ 4 മാർക്കായിരുന്നു ഉണ്ടായിരുന്നു. പിന്നെ ലേഖൻ സംക്ഷേപൺ, ഒരു ലേഖനം തന്നിട്ട് അത് ചുരുക്കി എഴുതണം 3-1 അവർ ശീർഷക്, എന്നിട്ട് അതിനൊരു ഹെഡിങ് കൊടുക്കണം. അങ്ങനെ വന്നാൽ അതിന് നമുക്ക് 6 മാർക്കാണ്. അപ്പൊ കുറച്ച് എഴുതുന്നതിനാണ് അതിന് 6 മാർക്ക്, ചെറിയൊരു ഹെഡിങ്ങും കൊടുക്കുന്നതിന്. ഓക്കെ. കൂടുതൽ എഴുതുന്നതിനല്ല ഈ 6 മാർക്ക്, കുറച്ച് കൊണ്ടുവരുന്നതിനാണ്. ഇനി ഡയറി എഴുതി കഴിഞ്ഞാൽ നമുക്ക് 6 മാർക്കിന്റെ ചോദ്യങ്ങളാണ് വരുന്നത്. ഓക്കെ. വാർത്താലാപ് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് 6 മാർക്കാണ്. SSLC ഒക്കെ നമ്മൾ 4 മാർക്കാണ് ഉണ്ടായിരുന്നത്. ഓക്കെ. പിന്നീട് നിങ്ങൾക്ക് ചോദിക്കാവുന്ന ചോദ്യങ്ങൾ ഏതൊക്കെയാണ്? അംഗ്രേസി ശബ്ദവും കാ ഹിന്ദി മേ അനുവാദ്, ഇംഗ്ലീഷ് വാക്കുകളെ തന്നിട്ട് അതിനെ ഹിന്ദിയിലേക്ക് മാറ്റണം, അതിന് നിങ്ങൾക്ക് 6 മാർക്കാണ്. അത് നമുക്ക് ഒരു പാഠം തന്നെ പഠിക്കാനുണ്ട്, കുറേ ടെക്നിക്കൽ വേർഡുകൾ ഹിന്ദി പഠിക്കാൻ നമുക്കുണ്ട്. ഓക്കെ. അത് പക്ഷേ സാധാരണ ക്വാർട്ടർലി എക്സാമിനേഷൻ അത് വരാറില്ല. ഓക്കെ. ഇനി കാരണം അവിടേക്ക് ആ പാഠം കുറച്ചും കൂടി ഹാഫിയർലി ആവുമ്പോഴേക്കാണ് പഠിക്കാനുള്ളത്. ടിപ്പണിയായിട്ട് നമുക്ക് ചോദിക്കാനുള്ളത്, പിന്നെ നമുക്ക് ടിപ്പണി ചോദിക്കും, എന്തെങ്കിലും സംഭവങ്ങളെ കുറിച്ച് ഏതെങ്കിലും വിഷയത്തെക്കുറിച്ചൊക്കെ കുറിപ്പ് എഴുതാൻ വേണ്ടി ചോദിക്കും. അങ്ങനെ എഴുതുകയാണെങ്കിൽ നമുക്ക് അതിന് 6 മാർക്ക് ഉണ്ടാവും. ഓക്കെ. പിന്നെ റപ്പട്ട്, നമ്മൾ SLCയിലൊക്കെ പഠിച്ച പോലെ തന്നെ പത്രവാർത്ത തയ്യാറാക്കാനുണ്ടാവും. അങ്ങനെയാണ് എങ്കിൽ നമുക്ക് 6 മാർക്ക് അതിന് കിട്ടും. ഓക്കെ. ഇനി പോസ്റ്റർ എഴുതാൻ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് SLCക്ക് 4 മാർക്കായിരുന്നെങ്കിൽ +1ന് 6 മാർക്കാണ് കിട്ടുന്നത്. ഓക്കെ. ഇനി പത്രരചന, കത്ത് എഴുതുകയാണെങ്കിൽ 6 മാർക്കാണ് കിട്ടുന്നത്. നമ്മൾ SLCക്ക് 4 മാർക്ക് കിട്ടിയത്. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട 2 കാര്യങ്ങളാണ്. ഈ പോസ്റ്ററും പത്രവും പറഞ്ഞു കഴിഞ്ഞാൽ ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട സൂചനാധികാര പത്രവും വിജ്ഞാപനം തമ്മിൽ ഇവിടെ പറയാനുണ്ട്. അതായത് ഇവിടെ നോക്കൂ മക്കളെ, പത്രരചന കത്ത് എഴുതിയാൽ എത്ര മാർക്ക്? 6 മാർക്ക്. അടുത്തതും ഒരു കത്ത് തന്നെയാണ്, പക്ഷേ അതിന് 8 മാർക്കാണ്. നോക്കൂ, സൂചന അധികാര പത്രം, നിങ്ങൾക്ക് പഠിക്കാനുള്ള പാഠങ്ങളിലെ 1ാമത്തെ യൂണിറ്റിലെ 3ാമത്തെ പാഠമായ സൂചന അധികാര പത്രത്തിലെ വിവരാവകാശ നിയമപ്രകാരം ഒരു കത്ത് തയ്യാറാക്കുന്നില്ലേ, അങ്ങനെ ഒരു വിഷയം തന്നിട്ട് അതുമായി ബന്ധപ്പെട്ട് ഒരു വിവരാവകാശ കത്ത് നിങ്ങൾ തയ്യാറാക്കുകയാണെങ്കിൽ അതിന് നിങ്ങൾക്ക് കിട്ടുന്നത് 8 മാർക്കാണ്. 8 മാർക്കാണ് കിട്ടുന്നത്. അതും ഒരു പത്രം തന്നെയാണ്, ഇതും ഒരു പത്രം തന്നെയാണ്, പക്ഷെ ഇതൊരു വ്യക്തിക്ക് ചെയ്യുന്നതാണ്. അത് എഴുതിയാൽ 6 മാർക്ക്. വിവരാവകാശ പ്രകാരം ഔദ്യോഗിക കാര്യം അറിയുന്നതിന് വേണ്ടി സർക്കാരിലെ ഒരു ഓഫീസർക്ക് എഴുതിക്കുന്ന കത്തിന് നമ്മൾ പറയുന്നത് 8 മാർക്ക് വിവരാവകാശ പ്രകാരമുള്ള കത്ത്. പിന്നെ വിജ്ഞാപനം എഴുതി കഴിഞ്ഞാൽ 8 മാർക്കാണ്. വിജ്ഞാപനം എന്ന് പറഞ്ഞാൽ ഏതാണെന്ന് പറയും, പോസ്റ്ററിനെ പോലെ തന്നെ രീതിയിലുള്ള മറ്റൊരു സാധനമാണ്. പോസ്റ്റർ എന്ന് പറഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ഒരു മെസ്സേജ് മാത്രമേ ഒക്കെ ഉണ്ടാവും. പക്ഷെ വിജ്ഞാപനം എന്താന്ന് പറഞ്ഞാൽ, വിജ്ഞാപനം എന്ന് പറഞ്ഞാൽ അഡ്വർടൈസ്മെന്റ് ആണ്, പരസ്യമാണ്. ഓക്കെ. പരസ്യമാണ്. പോസ്റ്റർ ഒരു വിവരം അറിയിക്കലാണ്, എന്നാൽ വിജ്ഞാപനം എന്താണ്? പരസ്യമാണ്. ഏതെങ്കിലും ഒരു സംഭവം, ഒരു വസ്തു മാർക്കറ്റിൽ ഇറങ്ങുകയാണെങ്കിൽ അതിന്റെ ഒരു ബൈക്ക് ഇറങ്ങുന്നു, അല്ലെ ഒരു ഹെയർ ഓയിൽ ഇറങ്ങുന്നു, അപ്പൊ അതിന്റെയൊക്കെ ചിത്രം വെച്ചുകൊണ്ട് വിശദമായിട്ട് അതിന്റെ ക്വാളിറ്റികൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഒരു മൊബൈൽ ഇറങ്ങുന്നു, അതിന്റെ പ്രത്യേകതകളെ വെച്ചുകൊണ്ട് എഴുതുന്നതിനെയാണ് നമ്മൾ വിജ്ഞാപനം എഴുതുന്നത്. വിജ്ഞാപനം എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 8 മാർക്കാണ്. ഓക്കെ. ഈ രീതിയിലുള്ള ചോദ്യങ്ങളാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ പോകുന്നത്. പക്ഷേ നിങ്ങൾക്ക് ഈ എല്ലാ ചോദ്യങ്ങളും ഈ പറഞ്ഞതെല്ലാം കൂടി ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ വരാൻ കഴിയില്ല. ഓക്കെ. പക്ഷേ ഇതിനെ കുറിച്ചൊക്കെ ധാരണ വേണം. അപ്പൊ ഈ ചോദ്യങ്ങളൊക്കെ നമ്മൾ ഏതൊക്കെ പാഠങ്ങളിൽ നിന്ന് വരുന്നു നോക്കിയാൽ നിങ്ങൾക്ക് പഠിക്കേണ്ടത്, ക്വാർട്ടർലി എക്സാമിനേഷൻ നിങ്ങൾക്ക് പഠിക്കേണ്ടത് മിനിമം 4 പാഠങ്ങളാണ്. ആ 4 പാഠങ്ങളിൽ ഏതൊക്കെയാണ് നിങ്ങളുടെ പാഠം എന്ന് നമ്മൾ ഓരോ പാഠങ്ങൾ പറഞ്ഞു. ആ പാഠത്തിന്റെ ഓരോന്നിന്റെ വിശദമായ കാര്യത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് അതിന്റെ മർമ്മവുമായി ബന്ധപ്പെട്ട ഇമ്പോർട്ടന്റ് ആയ ക്വസ്റ്റ്യൻസ്, 4 പാഠവുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ അതിന്റെ സമ്മറിയും ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണെന്ന് പറയാൻ പോകുന്നത്. നിങ്ങൾക്ക് മാരത്തോൺ ലൈവ് ക്ലാസ്സുകളിൽ ഈ പാഠവുമായി ബന്ധപ്പെട്ട എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിട്ട് ഞാൻ ലൈവിൽ വരുന്നതായിരിക്കും. ഓക്കെ. ഇത് അനുതാപ് എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? അനുതാപ് എന്ന് പറഞ്ഞാൽ നാം ഒരു തെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നീട് നമുക്ക് കുറ്റബോധം വരുകയും പശ്ചാത്തപിക്കാനുള്ള മാനസികാവസ്ഥ ഉണ്ടാകുകയും ചെയ്ത് തെറ്റായി പോയല്ലോ എന്ന് നമ്മളെ വല്ലാതെ വേട്ടയാടുകയും ചെയ്യുന്ന ആ സമയത്ത് നമ്മൾ അനുഭവിക്കുന്ന ഒരു മാനസികാവസ്ഥ ഉണ്ടല്ലോ, അതിന് പറയുന്ന പേരാണ് അനുതാപ്.
ഓക്കെ, ഇതൊരു ലഘു കഥയാണ് അനുതാപ് എന്ന് പറയുന്നത്. സുകേഷ് സാഹിനിയാണ് ഈ പാഠം എഴുതിയിരിക്കുന്നത്, ഈ കഥ എഴുതിയിരിക്കുന്നത്. വളരെ മനോഹരമായ പാഠമാണ്. ഇവിടെ നോക്കൂ, ഒരു മനുഷ്യൻ തന്റെ ചുമലിൽ ഭാണ്ഡം വലിച്ചു പോകുന്നതായിട്ടാണ് ചിത്രം കാണുന്നത്. ആ ഭാണ്ഡത്തിന്റെ അകത്തേക്ക് നോക്കുകയാണെങ്കിൽ ഒരു റിക്ഷയെ നിങ്ങൾക്ക് കാണാം, ആ റിക്ഷയെ കാണാം. അപ്പോൾ റിക്ഷ വലിച്ചു പോകുന്ന ഒരാളിന്റെ കഥയാണ് ഈ പാഠം. നമ്മുടെ കേരളം പോലുള്ള സംസ്ഥാനങ്ങളില്ലെങ്കിലും നമ്മുടെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളൊക്കെ പോയി കഴിഞ്ഞാൽ, ആസാം, അതുപോലെ തന്നെ ഡൽഹിയിലൊക്കെ തന്നെ പോയാൽ നമുക്ക് കാണാൻ പറ്റും, മനുഷ്യൻ ആ റിക്ഷയിൽ കയറ്റി ഇരുത്തിയിട്ട് മനുഷ്യൻ തന്നെ തള്ളിയും ചവിട്ടിയും കൊണ്ടുപോകുന്ന അവസ്ഥ നിങ്ങൾ കാണാൻ പറ്റും. മനുഷ്യൻ വലിച്ചു കൊണ്ടുപോകുന്ന അവസ്ഥ. അപ്പൊ ഈ വലിച്ചു കൊണ്ടുപോകുന്ന മനുഷ്യൻ അയാളുടെ ശക്തി ഉപയോഗിച്ചിട്ട് ഓടിയിട്ടാണ് അയാൾ ആളുകളെ എത്തിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയുള്ള ആളുകളുടെ ഒരു കഥയാണ് നമുക്ക് അനുതാപ് എന്ന് പറയുന്ന പാഠത്തിലൂടെ, ലഘുകഥയിലൂടെ സുകേഷ് സാഹിനി പറയുന്നത്. ആ പാഠത്തിന്റെ സമ്മറി എന്ന് ഞാനൊന്ന് പറയാം. നോക്കൂ, എന്താണ് ആ പാഠത്തിന്റെ സമ്മറി? സാരാംശം ഇങ്ങനെയാണ്. അസലം എന്നാണ് ഈ കഥയിലെ കഥാപാത്രത്തിന്റെ പേര്. അസലം ഏക്ക് റിക്ഷാവാലാദ. അസലം എന്ന് പറയുന്ന ഒരാളുണ്ട്, അദ്ദേഹം ഒരു റിക്ഷ ഓടിക്കുന്ന മനുഷ്യനാണ്. ഓക്കെ, ഹർദിൻ എല്ലാ ദിവസവും, സുബഹ് രാവിലെ, കഥാവാചക്, അതായത് ആരുടെ കഥാവാചക് എന്ന് പറഞ്ഞാൽ നറേറ്റർ, ഈ കഥയിലെ ആള്, ഉസ്കെ റിക്ഷേമേ, ഇയാളുടെ കഥയിൽ, ദഫ്തർ ജായ കർത്തത, ഈ കഥയിലെ മറ്റൊരു കഥാപാത്രം. അതായത് ഇതിൻ്റെ അകത്ത് നമ്മൾ ഈ കഥയിലുള്ള പിന്നെ കഥയിൽ റിക്ഷയിൽ കയറി പോകുന്ന ആള്, ഓഫീസിലേക്ക് പോകുന്ന ആളാണ്, നമ്മുടെ നറേറ്ററാണ്. അദ്ദേഹം എന്ത് ചെയ്യുന്നു? ഈ അസ്ലമിന്റെ വണ്ടിയിലാണ് ദിവസവും ഓഫീസിലേക്ക് പോകുന്നത്. ഉസ്കെ റിക്ഷമേ ദഫ്തർ ഓഫീസിൽ ജായ കർത്തത, അങ്ങനെ പോയി വരികയാണ്. ആജ് ഇന്ന് ദഫ്തർ ജാനേക്ക് ലിയെ, ഓഫീസിലേക്ക് പോകാൻ വേണ്ടിയിട്ട് സടക്ക് പർ റോഡിന്റെ മുകളിലേക്ക് പൗഞ്ചാത്തോ എത്തിയപ്പോൾ ഏക് നയാ റിക്ഷാവാല, പക്ഷേ അദ്ദേഹം ഡെയിലി പോകുന്ന റിക്ഷയ്ക്ക് പകരം ഒരു പുതിയ റിക്ഷാവാല, റിക്ഷക്കാരൻ, റിക്ഷാലേക്കറായ റിക്ഷയുമായിട്ട് ഇദ്ദേഹത്തിന് അടുത്തേക്ക് വന്നത്. എന്നിട്ട് റിക്ഷാമേയും അങ്ങനെ അത് നിങ്ങൾ അസ്ലം വരില്ല, നിങ്ങൾ ഇതിൽ കയറിക്കോ എന്നൊക്കെ പറഞ്ഞ്, ആ ശരി, എന്നാൽ ശരി, ഓഫീസിൽ പോകാൻ നേരം വൈകി, ഞാൻ കയറട്ടെ, എന്താണ്, അങ്ങനെ കയറിയിരുന്നു. പിന്നെ എന്താണ് താങ്കളെ സ്ഥിരമായി കൊണ്ടുപോകുന്ന അസ്ലം വരാത്തതിന്റെ കാരണം? റിക്ഷയുടെ ആ റിക്ഷക്കാരൻ ഈ അസ്ലമിനോട് പറയുന്നു, സാറിനോട് പറയുന്നു. ബാച്ചിത് കെ ബീച്ചുമേ, അങ്ങനെ അവരുടെ സംസാരത്തിനിടയിൽ യാത്രയ്ക്കോ, നമ്മളെ യാത്രക്കാരന് മാലുമുഖ മനസ്സിലായി എന്തെന്നാൽ അസ്ലം കി മൃത്യു ഹുയി, അദ്ദേഹത്തിന്റെ സംഭാഷണത്തിൽ നിന്ന് മനസ്സിലായി അസ്ലമിന്റെ മരണം സംഭവിച്ചു എന്ന്. അതായത് ഇന്ന് വന്ന റിക്ഷാക്കാരന്റെ സുഹൃത്താണ് അസ്ലം എന്ന് പറയുന്ന ഈ ദിവസവും നമ്മളെ നരേറ്ററെ കൊണ്ടുപോകുന്ന ആള്. അദ്ദേഹം മരണപ്പെട്ടു പോയത് കൊണ്ട് അദ്ദേഹത്തിന് പകരം ഈ ഓഫീസറെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് തൊട്ടടുത്ത റിക്ഷക്കാരൻ വന്നിരിക്കുകയാണ്. ഓക്കെ, അതായത് അവരുടെ തമ്മിൽ ഒരു ഐക്യം നോക്കണം. എന്നും കൊണ്ടുപോകുന്ന ഓഫീസർ വിവരമൊന്നും അറിയാതെ വീട്ടിൽ വെയിറ്റ് ചെയ്യുന്നുണ്ടാവുമല്ലോ എന്ന് മറ്റേയാൾ മനസ്സിലാക്കി വരികയാണ്. ബഹുത്ത് ദുഃഖി ഹുക, ആ കാര്യം കേട്ടപ്പോ നമ്മളെ നരേറ്റർക്ക് ബാബുജിക്ക്, അല്ലേ, ബാബുജി എന്നാണ് പറയുന്നത്, ബാബുജിക്ക് വല്ലാത്ത, ബാബുജി എന്നാളെ പേരല്ല, ആരെയും വിളിക്കുക ബഹുമാനത്തോടുകൂടി ബാബുജി. അപ്പൊ ബഹുത്ത് ദുഃഖി ഹുക, അദ്ദേഹത്തിന് വല്ലാത്ത വിഷമമുണ്ടായി. ഇന്നലെ വരെ എന്നെ കൊണ്ടുപോയൊരു മനുഷ്യൻ ഇന്ന് മരണപ്പെട്ടു എന്ന് പറയുന്ന സമയത്ത് നമുക്ക് ഏതൊരു മനുഷ്യനായാലും ഉണ്ടാവില്ലേ. ഉസ യാദായ, പക്ഷേ അദ്ദേഹത്തിന് പിന്നീടുള്ള പ്രശ്നം ഓർമ്മ വന്നു നോക്കിയെന്നാൽ, പിച്ചലി യാത്രമേ, കഴിഞ്ഞ ദിവസത്തെ യാത്രയിൽ, അസ്ലം കരാഗ്രഹാദ, അസ്ലം എന്നെ കയറ്റി വണ്ടിയിൽ ഇങ്ങനെ കൊണ്ടുപോകുന്ന സമയത്ത്, സൈക്കിൾ ഇങ്ങനെ ചവിട്ടി കൊണ്ടുപോകുന്ന സമയത്ത് വല്ലാതെ തേങ്ങുന്നുണ്ടായിരുന്നു. കരാഗ്രഹാദ, അല്ലേ, കരാഹിന എന്ന് പറഞ്ഞാൽ കരയുക, തേങ്ങുക എന്നാണ്. പരന്തു എന്നാൽ യാത്രീനെ, ആ സമയത്ത് ഈ നരേറ്റർ, ഈ ബാബുജി, തബ് ഉസേ, അപ്പോൾ അദ്ദേഹത്തിന്, അസ്ലം ക, ഇതൊക്കെ അസ്ലമിന്റെ അഭിനയ സമച്ചാത, ഇതൊക്കെ അദ്ദേഹത്തിന്റെ ഒരു അഭിനയമാണ് എന്നാണ്. ഒരു കയറ്റം വരുന്ന സമയത്ത് കുറച്ച് തേങ്ങി കളിച്ചാൽ പിന്നെ ആ റിക്ഷയിൽ കയറി ആളങ്ങ് ഇറങ്ങി കൊടുക്കുമല്ലോ, ഇതൊക്കെ മനസ്സിലിരിക്കട്ടെ, നമുക്ക് ഇതൊക്കെ മനസ്സിലാവും എന്നുള്ള ഭാവത്തിൽ അദ്ദേഹം ആ കണ്ട ഭാവം നടിക്കാതെ ഞെളിഞ്ഞ് അവിടെ തന്നെ അങ്ങ് ഇരുന്ന് നിർത്തും. ഓക്കെ, പരന്തു യാത്രീനെ, എന്നാൽ യാത്രി, തബ് ഉസേ അസ്ലം ക അഭിനയ സമച്ച, ഈ ഇദ്ദേഹം അഭിനയമായിട്ട് മനസ്സിലാക്കി. ധീരെ ധീരെ, അങ്ങനെ മെല്ലെ മെല്ലെ, ഉസ്കാ ദുഃഖ്, ഇത് കാര്യങ്ങൾ കേട്ടപ്പോൾ, അദ്ദേഹത്തിന് ഇന്നലെ അസുഖമായി മരണപ്പെട്ടു എന്നുള്ള കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ, ദുഃഖ് അനുതാപവുമായി ബദൽനേക, പിന്നീട് അദ്ദേഹത്തിന് തൻ്റെ ആ ദുഃഖം ഒരു അനുതാപത്തിലേക്ക് നീങ്ങാൻ തുടങ്ങി. നടരാജ് ടാക്കീസ് കി ചടായിപ്പർ, അദ്ദേഹം ഓർക്കുകയാണ്, നടരാജ് ടാക്കീസിന്റെ കയറ്റം കയറുന്ന സമയത്ത് റിക്ഷ പൗഞ്ചത്തേക്ക്, അങ്ങോട്ട് റിക്ഷ എത്തിയപ്പോൾ തന്നെ ഹോഷ്മേ ആകയ, അദ്ദേഹം ഹോഷ്മേ ആകയ, ഈ വണ്ടീൻ്റെ മുകളിൽ ഇരിക്കുന്ന മനുഷ്യൻ അദ്ദേഹം വേറെ ഏതോ ഒരു ചിന്തയിലായിപ്പോയി. എന്ത്, ഇന്നലെ അസ്ലം മരണപ്പെട്ടു, അദ്ദേഹത്തിന് തീരെ വയ്യായിരുന്നു, അദ്ദേഹത്തിന് കിഡ്നി തകരാറായിരുന്നു, അദ്ദേഹത്തിന് നേരത്തെ അസുഖം ഉണ്ടായിരുന്നു, ഡോക്ടർ റിക്ഷ വലിക്കരുത് എന്ന് പറഞ്ഞാണ്, എന്നിട്ടും വലിക്കുകയായിരുന്നു എന്നൊക്കെ കഥ അങ്ങ് കേട്ടപ്പോൾ, ഇന്നലെ തന്നെ കൊണ്ടുപോകുന്ന സമയത്ത് നടരാജ് ടാക്സിന്റെ കയറ്റം കയറുമ്പോൾ തേങ്ങിക്കരഞ്ഞുകൊണ്ട് അയാൾ കൊണ്ടുപോകുന്നത് കണ്ടപ്പോൾ ഇതൊക്കെ അഭിനയമാണെന്ന് മനസ്സിലാക്കി ഞാൻ ഇറങ്ങാതിരിക്കുകയായിരുന്നു എന്നുള്ള
ചിന്തയിലാണ് ഇപ്പോൾ കേട്ടുകൊണ്ട് യാത്ര ചെയ്യുന്നത്. അപ്പോൾ നടരാജ് ടാക്കീസിന്റെ കയറ്റത്തിലെത്തിയ സമയത്ത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ നറേറ്റർ എന്ത് ചെയ്യുന്നു, ബാബുജി സ്ഥലകാല പരിസര ബോധത്തിലേക്ക് വീണ്ടും എത്തി. ഹോഷ്മി ആകെ അദ്ദേഹം ബോധത്തിലേക്ക് വന്നു. ഉസ്നെ തുരന്ത് റിക്ഷാസ് രോക്കിനേക്കോ, അദ്ദേഹം പെട്ടെന്ന് പരിസരബോധം വന്നപ്പോൾ ഉസ്നെ തുരന്ത് പെട്ടെന്ന് റിക്ഷാ രോക്കിനേക്കോ വണ്ടി നിർത്തുക എന്ന് പറഞ്ഞു പുതിയ ആളോട്. എന്നിട്ട് കഹ और उतर कर എന്നിട്ട് ഇറങ്ങിയിട്ട് പൈതൽ ചലനയിലേക്ക് ഈ റിക്ഷയുടെ പിന്നാലെ ഇറങ്ങി നടന്നു. നയാ റിക്ഷാവാല. എന്ത് സത്യത്തിൽ ഇദ്ദേഹം ഇന്നലെയായിരുന്നു ഇറങ്ങി നടക്കേണ്ടത്. ഒരു പക്ഷേ അങ്ങനെയായിരുന്നെങ്കിൽ അദ്ദേഹത്തിന് അസുഖം മൂർച്ഛിക്കില്ലായിരുന്നു. ഓക്കെ, ഇദ്ദേഹത്തിന് ഓഫീസിൽ കറക്റ്റ് സമയത്ത് എത്തിക്കാൻ വേണ്ടി അദ്ദേഹം തേങ്ങി ഇന്നലെ വണ്ടി ഓടിക്കും. ഇന്നലെയായിരുന്നു ഇറങ്ങേണ്ടത്. പക്ഷേ ഇന്നലെ ഇറങ്ങിയില്ല. അദ്ദേഹം അഭിനയമാണെന്ന് വിചാരിച്ചു. അതാലോചിച്ച് ഇന്ന് അയാൾ അസ്ലം മരണപ്പെട്ടു എന്നുള്ള വാർത്ത കേട്ടപ്പോൾ ഈ കയറ്റത്തിന് മുകളിലെത്തിയപ്പോൾ അദ്ദേഹത്തോട് കാണിക്കാതിരുന്ന ആ ദയ ഇദ്ദേഹത്തോട് കാണിക്കാൻ നോക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഏതൊരു മനുഷ്യനും കഷ്ടപ്പെട്ട സമയത്ത് ഇറങ്ങി കൊടുക്കുന്ന ചിന്ത പിന്നീടാണ് അദ്ദേഹം വരുന്നത്. അങ്ങനെ അദ്ദേഹം റിക്ഷ നിർത്താൻ വേണ്ടി പറയുന്നു. ഇദ്ദേഹം ഇറങ്ങി നടക്കുന്നു. ഈ കയറ്റത്തിൽ നിന്ന് അങ്ങനെ ഇരുന്ന് പോകുന്നത് ശരിയല്ല, ഒരു മര്യാദയല്ല എന്ന് അദ്ദേഹം വിചാരിച്ച് അങ്ങനെ റിക്ഷയുടെ പിന്നാലെ, താൻ വിളിച്ച റിക്ഷയുടെ പിന്നാലെ തലയും താഴ്ത്തി ഇങ്ങനെ നടക്കുകയാണ്. ഓക്കെ, നയാ റിക്ഷാവാല. പക്ഷേ പുതിയ റിക്ഷക്കാരൻ്റെ അടുത്ത് നിന്ന് അങ്ങനെ ഇറങ്ങി കൊടുക്കേണ്ട കാര്യമില്ല. എന്താ അറിയോ, റിക്ഷാവാല മസ്ബൂത്തത, അദ്ദേഹം മസ്ബൂത്ത്, ഭയങ്കരമായ എന്താ പറയാ, അടിപൊളി ആരോഗ്യവാനായ ഉഗ്രൻ പവർഫുള്ളായ മനുഷ്യനായിരുന്നു. ചകിത് ഉടാ. പക്ഷേ ആ മനുഷ്യനാവട്ടെ ഇതെന്താ ഇദ്ദേഹം റിക്ഷയിൽ നിന്ന് ഇറങ്ങി നടക്കുന്നത് ആലോചിച്ചിട്ട് അത്ഭുതപ്പെടുകയും ചെയ്തു. മനസ്സിലായോ? അപ്പൊ ഇന്നലെ ഇറങ്ങാതിരുന്ന് കൊടുത്ത കഥയൊക്കെ ബാബുജിയുടെ മനസ്സിൽ മാത്രമേ ഉള്ളൂ. അതൊന്നും ആരെ മനസ്സിൽ അറിയില്ല, ഈ പുതിയ റിക്ഷക്കാരൻ അറിയില്ല. പക്ഷേ പുതിയ റിക്ഷക്കാരനെ സംബന്ധിച്ചോളം കയറ്റത്തിലെത്തിയ സമയത്ത് ഈ മനുഷ്യൻ ഇറങ്ങി നടക്കുന്നു, ഇയാൾ എന്ത് നല്ലൊരു മനുഷ്യൻ എന്നായിരിക്കും ചിന്തിക്കുന്നത്. അതോടുകൂടി നമ്മളെ ആ കഥ അവസാനിക്കുന്നതാണ്. ഇതിലെ വ്യത്യസ്തങ്ങളായ ഭാവങ്ങളിലൂടെ, വ്യത്യസ്തങ്ങളായ സന്ദർഭങ്ങളിലൂടെ, ആ സന്ദർഭവുമായി ബന്ധപ്പെട്ട്, കഥാപാത്രങ്ങളിൽ ബന്ധപ്പെട്ട് നിരവധിയായ ചോദ്യങ്ങളാണ് ഈ പാഠത്തിൽ വരാനുള്ളത്. സ്വാഭാവികമായിട്ടും ബാബുജി ഓഫീസിൽ ചെല്ലുന്ന സമയത്ത് ഓഫീസിൽ മൂഡ് ഓഫ് ആയി ചെല്ലുമ്പോൾ അടുത്ത സ്റ്റാഫ് ചോദിക്കും, നിങ്ങൾ എന്താ ഇങ്ങനെ മൂഡ് ഓഫ് ആയിട്ട് വരുന്നത്? അത് ഞാൻ ഇന്നലെ വരെ എന്നെ കൊണ്ടുവന്ന് അസ്ലം മരണപ്പെട്ടു എന്ന വാർത്ത ഞാൻ ഇന്നറിഞ്ഞു. ഇന്നലെ അദ്ദേഹം വഴിയിൽ വെച്ച് എന്നെ ഇറക്കി തിരിച്ചു പോകുമ്പോഴാണ് മരണപ്പെട്ടെന്നുള്ള വാർത്ത അറിയുന്നു. അതിന് കിഡ്നിക്ക് തകരാറായിരുന്നു പോലും. ഇത്രയും കാലം എന്നെ ഓഫീസിൽ നിന്ന് ഇവിടെ കൊണ്ടുവരുമ്പോഴും ഓഫീസിൽ നിന്ന് വീട്ടിലേക്ക് കൊണ്ടുപോകുമ്പോഴും അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ അസുഖമുള്ള കാര്യമൊന്നും എന്നോട് പറഞ്ഞിരുന്നില്ല. മാത്രമല്ല ഇദ്ദേഹം ഞാൻ ഇന്നലെ റിക്ഷയിൽ ഇരുന്ന സമയത്ത്, കയറ്റം കയറി പോകുന്ന സമയത്ത് ഞാൻ വല്ലാതെ ക്രൂരമായി പെരുമാറിയ പോലെ തോന്നി. അദ്ദേഹം തേങ്ങുന്നുണ്ടായിരുന്നു. ഒരു മനുഷ്യന്റെ വേദന കണ്ടാൽ തിരിച്ചറിയാൻ പറ്റാത്ത ഭാവത്തിൽ അഭിനയമാണെന്ന് അഭിനയിച്ചിരുന്നവനാണ് ഞാൻ. എനിക്ക് ആകെ വല്ലാതെ കുറ്റബോധം തോന്നുന്നു പറയുന്നു. അങ്ങനെ ഓഫീസിലെ ആളുകളുമായി സംസാരിക്കുന്നത് കോൺവെർസേഷനെ പരീക്ഷ വരും. അദ്ദേഹം എങ്ങനെയോ അന്നത്തെ ഓഫീസിൽ ജോലിയൊക്കെ ചെയ്ത് വീട്ടിലേക്ക് സ്വാഭാവികമായി ചെല്ലുമ്പോൾ വൈഫ് ചോദിക്കും, ഇന്നെന്താ നിങ്ങൾ മൂഡ് ഓഫ് ആയി വരുന്ന? വൈഫായുള്ള സംഭാഷണം ഉണ്ടാവും, സ്വാഭാവികമായിട്ടുണ്ടാവും. പിന്നീട് അദ്ദേഹം ഒരു പക്ഷേ അസ്ലമിന്റെ വീട്ടിലേക്ക് പോകും വൈഫിന്റെ കൂടെ, അവിടെയുള്ള സംഭാഷണങ്ങൾ ഉണ്ടാവാം. ഇദ്ദേഹം അന്നത്തെ ദിവസം ഡയറി എഴുതാം, അതും ചോദ്യം വരാം. ഈ സംഭവങ്ങൾ വെച്ചിട്ട് അദ്ദേഹത്തിന് എന്താ പറയുക, ജീവിതകഥ എഴുതുകയാണെങ്കിൽ, തൻ്റെ ജീവിതകഥ എഴുതുകയാണെങ്കിൽ, ആത്മകഥ എഴുതുകയാണെങ്കിൽ അതിലൊരു ഭാഗം ഉൾക്കൊള്ളിക്കാം. ഈ സംഭവങ്ങൾ വെച്ചുകൊണ്ട് ബാബുജിക്ക് സുഹൃത്തിന് കത്ത് എഴുതാം. പിന്നെ ഈ പാഠവുമായി ബന്ധപ്പെട്ട് നിരവധിയായ ചോദ്യങ്ങളും നമുക്ക് വൺ വേർഡ് ക്വസ്റ്റ്യൻസും മാച്ച് ദ ഫോളോയിങ് ആയിട്ടൊക്കെ ചോദ്യങ്ങൾ വരാം. ഏതായാലും ഈ പാഠവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഞാൻ 1-2 പറയാൻ പോവുകയാണ്. ഓക്കെ, അതിൽ ഒന്ന് നമുക്ക് ഇങ്ങനെ ഈ പാഠവുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ പഠിക്കാനുള്ള 4 പാഠവുമായി ബന്ധപ്പെട്ട് വരാവുന്ന ഒരു ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾ കാണുന്നത്. ഇത് 4 മാർക്കിന്റെ ചോദ്യമാണ്. ജീവൻ വൃത്തസെ അനുച്ഛേദ്. ഞാൻ നേരത്തെ പറഞ്ഞു, ബയോഡാറ്റ തന്നിട്ട് അതിൽ നിന്ന് നിങ്ങൾക്ക് 4 മാർക്കിന് ചോദ്യം വരും. ഞാനിവിടെ അനുതാപ് എന്ന് പറഞ്ഞ പാഠം എഴുതിയിരിക്കുന്ന സുകേഷ് സാഹിനിയുടെ ബയോഡാറ്റയാണ് കൊടുക്കുന്നത്. ഇതിന് നമുക്ക് 4 മാർക്കിന്റെ അനുച്ഛേദാക്കി മാറ്റണം. ജീവൻ വൃത്ത് നോക്കൂ, ഞാൻ പേര് സുകേഷ് സാഹിനി എന്നാണ്. പിന്നെയോ ജന്മ 5 ഡിസംബർ 1956 1956 ജനിച്ചത്. ജന്മസ്ഥാൻ ലഖ്നൗ ഉത്തർപ്രദേശ് ആണ്. പ്രമുഖ രചനായും പ്രധാനപ്പെട്ട രചനകൾ ഡരേ ഹുയെ ലോഗ്, ടണ്ടി റസായി, ഖലീൽ ജിബ്രാൻ കി ലഘു കഥായി. ഈ 3 നമ്മുടെ സുകേഷ് സാഹിനിയുടെ പ്രസിദ്ധമായ പുസ്തക സമാഹാരങ്ങളാണ്. പുരസ്കാർ, ഇദ്ദേഹത്തിന് പുരസ്കാരം കിട്ടിയിട്ടുണ്ട്. ഡോക്ടർ പരമേശ്വർ ഗോയൽ ലഘുകഥാ സമ്മാനം ഇദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്, ഡോക്ടർ പരമേശ്വർ ഗോയലിന്റെ. പിന്നെയോ ഡോക്ടർ പരമേശ്വർ ഗോയലിന്റെ പേരിലുള്ള ലഘുകഥ സമ്മാനം കിട്ടിയിട്ടുണ്ട്. വിശേഷത, ഇദ്ദേഹത്തിന്റെ വിശേഷത എന്താണ്? എല്ലാ രചനകളിലും അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താണ്? നിമ്ന മധ്യവർഗക്ക്, ഇടത്തരക്കാരും താഴ്ന്ന വർഗത്തിൽപ്പെട്ടതുമായ ആളുകളുടെ പീഡ, പ്രയാസങ്ങളും ഓർ നിരാശ, അവരുടെ സങ്കടങ്ങളുമാണ് ഇദ്ദേഹം കഥയിൽ പ്രമേയമാക്കി മാറ്റിയത്. ഒരു ബാബുജി ഒരു സമ്പന്ന ഫാമിലിയിലെ ഒരാൾ വെക്കുകയും അതിൽ ഒരു ദരിദ്രനായ ഒരു മനുഷ്യൻ റിക്ഷക്കാരന്റെ ജീവിതം വെച്ചാണ് ഈ കഥ ഉണ്ടാക്കിയത്. അദ്ദേഹം മുഴുവൻ കഥകളും സുകേഷ് സാഹിനി എഴുതിയത് ഇതുപോലുള്ള മർമ്മസ്പർശിയായ പാവപ്പെട്ടവരുടെ, ഇടത്തരക്കാരുടെ ജീവിത പ്രയാസങ്ങളിലേക്ക് വെളിച്ചം വീശുന്ന കഥകളാണ് എഴുതിയത്. അപ്പൊ ഇതാണ് ഇദ്ദേഹത്തിന്റെ ബയോഡാറ്റ. ഈ ബയോഡാറ്റയെ നിങ്ങൾക്ക് പഠിക്കാനുള്ള 4 പാഠങ്ങളിൽ 6 തരാം. അനുച്ഛേദാക്കി മാറ്റുമ്പോൾ നിങ്ങൾക്ക് വേറെ ഒന്നും ശ്രദ്ധിക്കേണ്ടതില്ല. ഈ കാര്യങ്ങൾ കൊണ്ട് തന്നെ മാർക്ക് കിട്ടും. അത് അനുച്ഛേദം എന്ന് പറഞ്ഞാൽ
പാരഗ്രാഫായി മാറും. എങ്ങനെ ഉണ്ടാവും? ഇങ്ങനെയാണ് നിങ്ങൾ അത് എഴുതേണ്ടത്. ഇങ്ങനെ എഴുതി വെച്ചാൽ 4 മാർക്കാണ്. ഇത് മറ്റൊന്നും എവിടെ നിന്നും കൊണ്ടുവന്നിട്ടില്ല. ആ തന്നതിനെ തന്നെ ഇത് തന്നെയാണ് സത്യത്തിൽ ഇത്. നോക്കൂ, എന്താണ് മാറ്റം? നമ്മൾ അനുച്ഛേദ് എന്ന് നമ്മൾ എഴുതുന്നു. എന്നിട്ട് ഒറ്റ വരി നമ്മൾ എഴുതുന്നു, ഹിന്ദി സാഹിത്യ ജഗത്ത് ഹിന്ദി സാഹിത്യ ലോകത്തിലെ സർവശ്രേഷ്ഠ ഏറ്റവും പ്രസിദ്ധനായ കഥാകാരന്മാരിൽ പ്രമുഖനാണ്. അത്രമാത്രം നമ്മൾ എഴുതുന്നു. ഇവിടെ തൊട്ട് ഇവിടം വരെ മാത്രം. ബാക്കി നമ്മുടെ ബയോഡാറ്റയിലുണ്ട് ശ്രീ സുകേഷ് സാഹിനി എന്നുള്ളതിന്റെ പിറകിൽ നമ്മൾ ഹിന്ദി സാഹിത്യ ജഗത്തിലെ സർവശ്രേഷ്ഠ കഥാകാരവുമേ പ്രമുഖേ, ഹിന്ദി സാഹിത്യ ജഗത്തിലെ ലോകത്തിലെ ഏറ്റവും പ്രസിദ്ധനായ കഥാകാരന്മാരിൽ ഒരാളാണ് സുകേഷ് സാഹിനി. ബാക്കി നമുക്ക് ഉൻകാ ജന്മ, അത് നമ്മൾ ബയോഡാറ്റയിൽ ഇവിടെ ജന്മ കൊടുത്തിട്ട് ഡേറ്റ് അപ്പുറം ലെവൽ കൊടുത്ത് ഉൻകാ ജന്മ 1956 സിതംബർ 5 को സെപ്റ്റംബർ മാസം 5-ാം തീയതി ഉത്തർപ്രദേശ് കെ ലക്നൌ മേ ഹുവാ താ. ഉത്തർപ്രദേശിലെ ലക്നൌവിലാണ് അദ്ദേഹം ജനിച്ചത്. ഡരേ ഹുയേ ലോഗ് എന്നുള്ളതും ഠണ്ഡി റസായി എന്നുള്ളതും और ഖലീൽ ജിബ്രാൻ കി ലഘുകഥായും ആദി മുതലായവ ഉൻകി പ്രമുഖ രചനാഹേ, അദ്ദേഹത്തിന്റെ പ്രമുഖ രചനകളാണ്. ആ വരി നമ്മൾ എങ്ങനെയാണ് എഴുതിയത് നോക്ക്, ഇവിടെ നോക്ക്, ഉൻകി പ്രമുഖ രചനായും എന്നിട്ട് നമ്മൾ ഇവിടെ എങ്ങനെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഇത് ആദ്യം എഴുതിയതിനു ശേഷം ആദി എന്ന് എഴുതി ചേർത്തിട്ട് ഉൻകി പ്രമുഖ രചനാഹേ എന്നാക്കി മാറ്റി. ഓക്കെ, പിന്നെ നോക്കും, ഡോക്ടർ പരമേശ്വർ ഗോയൽ ലഘുകഥ സമ്മാൻ സെ, ഡോക്ടർ പരമേശ്വർ ഗോയൽ ലഘുകഥ സമ്മാനം കൊണ്ട് വേ അലങ്കൃത ഹുയേ, അദ്ദേഹം അലങ്കൃത ഹുയെന്നോ ആദർ ഹുയെന്നോ ഒക്കെ നിങ്ങൾക്ക് ഇണങ്ങിയതാ, സമ്മാനിത ഹുയെന്നൊക്കെ ഏതാ. നിമ്ന മധ്യവർഗ കി പീഡ, അത് നമ്മളെ ടെക്സ്റ്റ് നമ്മുടെ എന്തിലുള്ളതാണ്, ബയോഡാറ്റയിലുള്ളതാണ്. निम्न मध्य वर्ग की पीड़ा और निराशा सुकेश साहिनी की साहित्य रचनाओं की विशेषता है. അപ്പോൾ സുകേഷ് സാഹിനിക്ക് സാഹിത്യ രചനാക്ക് വിശേഷത എന്ന് എഴുതിയിട്ട് നമ്മൾ ഇവിടെ കൊടുത്ത സാധനത്തിനാണ് നമ്മൾ ആദ്യം എഴുതിയിട്ട് ഇങ്ങനെ എഴുതുന്നു അല്ലേ. ഇവിടെ എന്താ നോക്ക്, ഇവിടെ കൊടുത്ത് വിശേഷത നിമ്ന മധ്യവർഗ की पीड़ा और निराशा എന്നുള്ളത്. അപ്പോൾ നമ്മൾ നിമ്ന മധ്യവർഗ की पीड़ा और निराशा സുകേഷ് സാഹിനിക്ക് സാഹിത്യക്ക് വിശേഷത ഹേ എന്ന് നമ്മൾ എഴുതുന്നു, അല്ലെങ്കിൽ രചനാക്കി വിശേഷത എന്ന് എഴുതുന്നു. ഇങ്ങനെ എഴുതി വെച്ചാൽ നിങ്ങൾക്ക് സൂപ്പറായിട്ട് 4 മാർക്ക് കിട്ടും. സെറ്റല്ലേ? എഴുതൂല മക്കളെ? ഇത് നിങ്ങൾ എഴുതാതിരിക്കരുത്, 4 മാർക്ക് സുന്ദരമായിട്ട് കിട്ടാവുന്നതാണ്. ഓക്കെ, അതിനെ ആ ബയോഡാറ്റ നമ്മൾ പാരഗ്രാഫ് ആക്കി എഴുതി. ഓക്കെ, ഇതിൽ നിങ്ങൾക്ക് 4 പാഠങ്ങളിൽ ആസ്പദമാക്കി 4 സാഹിത്യന്മാരെ ചോദിച്ചേക്കാം. ഓക്കെ, പിന്നീട് നമ്മൾ അസ്ലമിന്റെ പാഠവുമായി ബന്ധപ്പെട്ട്, അതായത് അനുതാപ് എന്ന പാഠവുമായി ബന്ധപ്പെട്ട് നമുക്ക് വരാവുന്ന ചോദ്യം നോക്ക്. അസ്ലം കി മൃത്യു കെ ബാദ്, അസ്ലം എന്ന് പറഞ്ഞ റിക്ഷ ഡ്രൈവറുടെ മരണത്തിന് ശേഷം ഏക് നയാ റിക്ഷാവാല, ഒരു പുതിയ റിക്ഷക്കാരൻ യാത്രിക്കോ, നമ്മുടെ ബാബുജിയെ, യാത്രിയെ നരേറ്ററെ ദഫ്തർ ലേ ജാനെ കെ ലിയെ, ഓഫീസിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഗർ പൗഞ്ചുത്ത ഹേ, വീട്ടിൽ വരുന്നു. നയാ റിക്ഷവാലേക്കോ, പുതിയ റിക്ഷക്കാരനെ ദേക്കർ കണ്ടിട്ട് യാത്രി ചകിത് ഹുരേ ജാത്തെ, പുതിയ റിക്ഷക്കാരനെ കണ്ടിട്ട് യാത്രി അത്ഭുതപ്പെടുന്നു. ഓക്കെ, തബ് ദോനോ കെ ബീച്ച് ക, ആ സമയത്തുള്ള 2 പേരുടെയും ഇടയ്ക്കുള്ള വാർത്താലാപ് തയ്യാറാക്കാൻ. അങ്ങനെ ചോദിച്ചാൽ വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ആ സംഭാഷണത്തിലൂടെയാണ് നമ്മുടെ നരേറ്റർ ബാബുജി ഈ അസ്ലമിന് അസുഖം ഉണ്ടായിരുന്നു, മരണപ്പെട്ടു എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയുന്നത്. അപ്പോൾ ആ സംഭാഷണം തയ്യാറാക്കാൻ വേണ്ടി പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ എഴുതണം. നോക്കൂ, ഇവിടെയാണ് അതിന്റെ കാര്യം. നോക്കൂ മക്കളെ, നോക്കൂ, നമ്മൾ SSLCക്ക് എഴുതുന്നതിനേക്കാൾ കുറച്ചുകൂടിയൊക്കെ ഒന്ന് കൂട്ടിയിട്ട് നമ്മളൊരു 8 വരിയൊക്കെ എഴുതിയാൽ മതിയായിരുന്നു. SSLCക്ക് നമ്മൾ കുറച്ചുകൂടി കൂട്ടി എഴുതണം. +1 നന്നായിട്ട് എഴുതാൻ കഴിയണം. നന്നായിട്ട് എഴുതാൻ കഴിയുമെങ്കിൽ നിങ്ങൾ നന്നായി ടെക്സ്റ്റ് ബുക്കും നോട്ട് ബുക്കും നന്നായിട്ട് വായിക്കുകയും അതുപോലെ എഴുതി പഠിക്കുകയും വേണം. എന്നെങ്കിലേ നമുക്ക് വാക്കുകൾ എഴുതാൻ കിട്ടുള്ളൂ. ഓക്കെ, നോക്കൂ, റിക്ഷാവാല കണ്ടമാന മാക്സിമം അഡീഷണൽ ഷീറ്റ് നിങ്ങൾക്ക് വാങ്ങാൻ കഴിയണം. ഓക്കെ, ബാബുജി, ഓ ബാബുജി. ബാബുജി എന്ന് പറഞ്ഞാൽ ഉത്തരേന്ത്യയിൽ നമ്മൾ ഹിന്ദി സംസ്ഥാനങ്ങളിലൊക്കെ ബഹുമാനപൂർവ്വം, നമുക്ക് ഒരാളെ പേര് അറിയുമെങ്കിൽ അറിയില്ലെങ്കിൽ ബഹുമാനപൂർവ്വം നമ്മൾ വിളിക്കുന്ന പേരാണ് ബാബുജി എന്നുള്ളത്. അതെ, ഓക്കെ, ബാബുജി, ഓ ബാബുജി. അപ്പൊ യാത്രി ബാഹരാക്കർ, അദ്ദേഹം വീട്ടിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടിറങ്ങിയിട്ട് കോനത്തും, ആരാ നീ എന്ന് ചോദിച്ചു. അപ്പൊ റിക്ഷാവാല, ബാബുജി ആയിയേ, ബാബുജി വന്നാലും മേ ആപ്കോ, ഞാൻ നിങ്ങളെ പൗഞ്ചാത്താവൂ, ഞാൻ നിങ്ങളെ എത്തിക്കാം. അപ്പൊ യാത്രി മേരേലി അസ്ലമായക, വേണ്ട, എനിക്ക് വേണ്ടി അസ്ലമും വരും, അദ്ദേഹമാണ് എന്നെ എല്ലാവരും കൊണ്ടുവരുന്നത്. അപ്പൊ റിക്ഷാവാല, ബാബുജി അസ്ലം നഹി ആയക, അസ്ലം വരില്ല എന്ന് പറഞ്ഞു. അപ്പൊ യാത്രി, തുമാരെ കാനേക്ക മത്ലബ്, നീ പറഞ്ഞതിന്റെ അർത്ഥം എന്താ, വരൂല എന്ന് പറഞ്ഞാൽ എന്താ നീ പറഞ്ഞതിന്റെ അർത്ഥം? അപ്പൊ റിക്ഷാവാല, കൽ രാത്രി, ഇന്നലെ രാത്രി ഉസ്കി മൃത്യു ഹുയി, അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു, അദ്ദേഹത്തിന് മരണം സംഭവിച്ചു. യാത്രി, ബാപ്രേ ദൈവമേ, കൽത്തോ ബലാചങ്കാത, ഇന്നലെ ഒരു കുഴപ്പം, ബലാചങ്കാത, കൽത്തോ ഇന്നലെ ആട്ടെ, ബലാചങ്കാത, ഇന്നലെ നല്ല ഹെൽത്തി ആയിരുന്നു, ഒരു കുഴപ്പവും ഇല്ലായിരുന്നല്ലോ. അപ്പൊ റിക്ഷാവാല, പുതിയ റിക്ഷക്കാരൻ പറഞ്ഞു, ഉസ്കെ ദോനും ഗുർദോമേ,
അയാൾ നിങ്ങൾ എന്താ പറയുന്നത് നല്ല ഹെൽത്തി ആയിരുന്നു, കുഴപ്പമില്ല എന്നാണോ? പക്ഷേ ഉസ്കെ ദോനോം ഗുർദോമേ, ഗുർദോം എന്ന് പറഞ്ഞാൽ കിഡ്നി, അദ്ദേഹത്തിന്റെ 2 കിഡ്നിയും ഖറാബ് തകരാറായിരുന്നു എന്ന്. അപ്പൊ യാത്രി കൽ അസ്ലം, ഇന്നലെ അസ്ലം റിക്ഷ ചലാത്ത സമയം, റിക്ഷ ഓടിക്കുന്ന സമയത്ത് ഏക് ഹാത്ത് സേ പേട് പക്കർ, ഒരു കൈ കൊണ്ട്, ഏക് ഹാത്ത് സേ ഒരു കൈ കൊണ്ട്, ഹാത്ത് സേ പേട് പക്കർ വയറ് പിടിച്ചിട്ട് തീരെ തീരെ കരാഹരാത മെല്ലെ മെല്ലെ തേങ്ങിക്കരയുന്നുണ്ടായിരുന്നു അദ്ദേഹം എന്ന് പറഞ്ഞു. അപ്പൊ റിക്ഷവാല പറയാണ് ഡോക്ടറിനെ, അദ്ദേഹം റിക്ഷ വലിക്കുമ്പോൾ അങ്ങനെ വേഗം തനിക്കാതിരിക്കോ? കാരണം എന്താ, ഡോക്ടറിനെ ഡോക്ടർ അദ്ദേഹത്തോട് റിക്ഷ ചലാനേമേ, ഡോക്ടർ അദ്ദേഹത്തെ വണ്ടി ഓടിക്കുന്നതിൽ നിന്ന് മനാക്കർ റക്കാത, റിക്ഷ ഓടിക്കുന്നത് മനാക്കർ റക്കാത, നിങ്ങൾ തടഞ്ഞു വെച്ചിരുന്നു. മനാക്കർന തടഞ്ഞു നിർത്തിയിരുന്നു. യാത്രി ബേച്ചാര പാവം, മേ സോച്ച, ഞാൻ ചിന്തിച്ചു, വ ഉസ്ക നാടകെ, അതൊക്കെ പുള്ളിയുടെ അഭിനയമാണ് എന്നാണ് ഞാൻ വിചാരിച്ചത്. മുച്ചേ പതാ ഹോത്താത്തോ, എനിക്ക് അല്പമെങ്കിലും അറിവുണ്ടായിരുന്നെങ്കിൽ മേ ഉത്തർക്കർ ചലത്ത, ഞാൻ ഇറങ്ങി നടക്കുമായിരുന്നു. അപ്പോൾ റിക്ഷവാല, കൽ ആപ്കോ, അറിയുമോ, ഇന്നലെ താങ്കളെ ദഫ്തർ പൗഞ്ചാക്കർ, ഓഫീസിൽ എത്തിച്ചിട്ട് ലൗട്ടാത്തോ, തിരിച്ചു വരികയായിരുന്നു. പേശാബ്, അദ്ദേഹത്തിന്റെ യൂറിൻ, പേശാബ് എന്നാൽ യൂറിൻ, ബന്ദ് ഹോകയാതാ, സ്റ്റോപ്പായി പോയി, മൂത്രദർശനപ്പെട്ടു. ആസ്പത്താലിലെ ജാത്തെ സമയം, അങ്ങനെ ആളുകളെല്ലാവരും കൂടി ചേർന്ന് അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ രാസ്തമേ ഹി, വഴിയിൽ വെച്ച് തന്നെ മർഗയ, വീട്ടിൽ പോലും എത്തിയില്ല, ഹോസ്പിറ്റലിൽ എത്തിയില്ല, അദ്ദേഹം വഴിയിൽ വെച്ചു അന്ത്യശ്വാസം വലിച്ചു. അപ്പൊ യാത്രി ലേക്കിൻ മേ, പക്ഷെ ഞാൻ കൽ ഉൻസെ, ഇന്നലെ അദ്ദേഹത്തോട് ഹംദർദി, കാരുണ്യമില്ലാതെ, ഹംദർദി ബിന, ഹംദർദി എന്ന് പറഞ്ഞാൽ കാരുണ്യം, ബിന എന്ന് പറഞ്ഞാൽ ഇല്ലാതെ, ഹംദർദി ബിന്ന, കാരുണയില്ലാതെ വ്യവഹാർ കിയ, ഞാൻ പെരുമാറി. ഞാൻ ഇന്നലെ അദ്ദേഹത്തോട് വളരെ ക്രൂരമായി, കരുണയില്ലാതെ പെരുമാറിയത്. ഹേ ഭഗവാൻ, അയ്യോ ദൈവമേ, മുച്ചേ മാഫ് ദിജി, എന്നോട് ക്ഷമിക്കണമേ എന്ന് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ സംസാരിച്ച് തുടർന്ന് അങ്ങോട്ട് പോകുമ്പോഴാണ് നടരാജ് ടാക്സിന്റെ കയറ്റത്തിലെത്തുന്നത്. ഇന്നലത്തെ അദ്ദേഹത്തിന്റെ എന്ത് പറയുന്നത്, ഇവിടുന്ന് തേങ്ങുന്ന കാര്യം ഓർമ്മ, വണ്ടി നിർത്ത് എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹം ഇറങ്ങി നടക്കുക ചെയ്യുന്നത്. അപ്പോൾ ഇവർ തമ്മിലുള്ള ഈ സംഭാഷണം വളരെ 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 പ്രധാനപ്പെട്ട ഒരു സംഭാഷണമാണ്. ഓക്കെ, ഇനി നമ്മളോട് ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണ്, യാത്രിക മൻ, നമ്മുടെ ഈ യാത്രിയുടെ മനസ്സ് സംഘർഷസേബര, സംഘർഷം കൊണ്ട് നിറഞ്ഞു. അതാണ് പാഠത്തിന്റെ അനുതാപം എന്ന് പറഞ്ഞ മർമ്മം. അപ്പന സംഘർഷ ഡയറി മേലിക്കാം, അദ്ദേഹം ആ സംഘർഷം വെച്ചൊരു ഡയറി എഴുതി. ഡയറിയിലേക്ക്, ആ ഡയറി എഴുതാൻ 6 മാർക്കാണ് ചോദ്യം. നമ്മൾ നേരത്തെ കഴിഞ്ഞ കോൺവെർസേഷനും നമുക്ക് എത്ര മാർക്കാണ് ഉണ്ടാവുക? 6 മാർക്കാണ് ഉണ്ടാവുക. നോക്കൂ, നമ്മൾ ഡയറി എഴുതുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? താരിഖ് എഴുതണം, എന്നിട്ട് ദിവസത്തിന്റെ പേര് എഴുതണം. ഓക്കെ, ഒരു താരിഖ്, നിങ്ങൾ ഡേറ്റ് എഴുതണമെന്നില്ല, ഡേറ്റ് എന്ന് മെൻഷൻ ചെയ്താൽ മതി, കാരണം ഇതൊക്കെ സാങ്കല്പിക കഥാപാത്രങ്ങളാണല്ലോ. അപ്പോൾ അത് നമ്മൾ ഡേറ്റ് എഴുതണമെന്നില്ല, പക്ഷെ നിങ്ങൾക്ക് ഏതെങ്കിലും ഡേറ്റ് എഴുതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഓക്കെ, പക്ഷെ ഇവിടെ ഡേറ്റിന്റെ സ്ഥലമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, എന്നിട്ട് ആജ് കാ ദിൻ മേം ഭൂൽ നഹീ സക്ത, ഇന്നത്തെ ദിവസം എനിക്ക് മറക്കാൻ കഴിയില്ല, ദുഃഖമുള്ള ദിവസം തന്നെയാണല്ലോ. അസ്ലം അബ് നഹീ രഹ, ഇപ്പോൾ എന്നെ എത്രയോ വർഷങ്ങളായി വണ്ടിയിൽ കൊണ്ടുപോയ അസ്ലം ഇപ്പോൾ ഇല്ല. റിക്ഷാവാലാക്കെ മൂസെ, ഇന്നത്തെ റിക്ഷക്കാരന്റെ വായിൽ നിന്ന്, മൂസെ വായിൽ നിന്ന് ഈ ഖബർ, ഈ വാർത്ത സുൻതേഹി, കേട്ടപ്പോൾ തന്നെ മേം വ്യാകുൽ ഹോഗയ, ഞാൻ വല്ലാതെ അസ്വസ്ഥനായി. അസ്ലം കെ പ്രതി, അസ്ലമിനോട് മുച്ചസെ, എന്റെ ഭാഗത്തുനിന്ന് ഹംദർദി കാ അഭാവ് ഹുക, കാരുണ്യത്തിന്റെ അഭാവം ഉണ്ടായി. ഞാൻ ദയയില്ലാതെ അദ്ദേഹത്തോട് പെരുമാറി. മേരാ ദിൽ, എന്റെ മനസ്സ്, പശ്ചാത്താപസെ ഉൽപ്പന്ന, പശ്ചാത്താപം കൊണ്ട് കുറ്റബോധം ഉൽപ്പാദിപ്പിക്കുന്ന അനുതാപസെ ബരാഹെ, അനുതാപം കൊണ്ട് നിറഞ്ഞിടക്കുകയാണ്. നടരാജ് ടാക്കീസ് കെ പാസ് കി, നടരാജ് ടാക്കീസിന്റെ അടുത്തുള്ള ചട്ടായി പാർ കർത്തെ സമയം, കയറ്റം കയറിപ്പോകുന്ന സമയത്ത് അസ്ലം കി കരാഹ് ദേക്കർ, ആ അസ്ലമിന്റെ തേങ്ങലും കരച്ചിലും കണ്ടപ്പോൾ റിക്ഷയിൽ നിന്ന് ഉദർനേക്കെ ബാരേമേ മേ സോച്ചാത, ഒന്ന് വണ്ടിയിൽ നിന്ന് ഇറങ്ങിക്കൊടുക്കുന്നത് നല്ലതായിരിക്കുമെന്ന് ഞാൻ ചിന്തിച്ചിരുന്നു. ലേക്കിൻ, എന്നാൽ തബ് മന്മയായ, അപ്പോൾ എന്റെ മനസ്സിൽ വന്നു, കി യേ ഉസ്കാ നാടകെ, ഇതൊക്കെ ഒരു മരണസമയത്ത് പടയുന്ന വേദനയോട് ഒരുത്തരം വണ്ടി ഓടിച്ചു പോകുമ്പോൾ ഞാൻ ഇതൊക്കെ അഭിനയമാണെന്ന്, നാടകഹേ എന്ന് തീരുമാനിച്ചു. മേ നഹി ജാൻതാദ, ഞാൻ അറിയില്ലായിരുന്നു. കി എന്തെന്നാൽ അസ്ലം കെ ഗുർദോയും, അസ്ലമിന്റെ കിഡ്നികൾ ഖരാബിദി, തകരാറിലാണെന്നുള്ള കാര്യം എനിക്കറിയില്ലായിരുന്നു. പാപങ്ങൾ അങ്ങനെ, അവരുടെ ജീവിത പ്രയാസം ഒന്നും ആരോടും പറയില്ല അല്ലേ. യതി, ഒരു പക്ഷേ ഞാൻ ജരാ, അല്പമെങ്കിലും സഹാനുഭൂതി ദിഖായത്തോ, അല്പമെങ്കിലും സഹാനുഭൂതി കാണിച്ചിരുന്നെങ്കിൽ ആജ് വഹ്, ഇന്നൊരു പക്ഷേ അദ്ദേഹം ഹമാരെ സാത്ത് ഒത്ത, നമ്മുടെ കൂടെ ഒരു പക്ഷേ ജീവിച്ചിരിക്കുമായിരുന്നു. ഉസ്കെ പ്രതി മേരി ശ്രദ്ധാഞ്ജലി, അദ്ദേഹത്തോട് എന്റെ ശ്രദ്ധാഞ്ജലി. ഹേ ഭഗവാൻ, അയ്യോ ദൈവമേ, മേരി അപരാധ പർ മാഫി ദേ, ഞാൻ ചെയ്തു പോയ തെറ്റിൽ എനിക്ക് മാപ്പ് തരണമേ എന്ന്. ഇതാണ് അദ്ദേഹത്തിന്റെ ഡയറി.
ഇതാണ് ഈ പാഠവുമായി ബന്ധപ്പെട്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ രണ്ട് ക്വസ്റ്റ്യൻ ആൻസറാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. 6 മാർക്കിൻ്റെ ചോദ്യമാണ്. ഇതുമായി ബന്ധപ്പെട്ട നിരവധിയായ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതൊക്കെ നമ്മൾ പിന്നീട് പ്രതിപാദിക്കും. ഓക്കെ, നമ്മുടെ ലൈവ് ക്ലാസ്സിൽ കാണാം. അടുത്തത് നമ്മൾ മധുർദു എന്ന് പറയുന്ന കവിതയാണ്. രണ്ടാമത്തത് മധുർദു എന്ന് പറയുന്ന കവിതയാണ്. ജയശങ്കർ പ്രസാദ്ജിയാണ് എഴുതിയിരിക്കുന്നത്. ജയശങ്കർ പ്രസാദ്ജിയെ സംബന്ധിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ നമ്മൾ ഹിന്ദി സാഹിത്യത്തിലെ പർവ്വതം പോലെ ഉയർന്നിക്കുന്ന മഹാനായ സാഹിത്യകാരനാണ് ആര്? നമ്മുടെ ജയശങ്കർ പ്രസാദ്ജി. അദ്ദേഹം ബഹുമുഖമായ നാടകങ്ങൾ എഴുതിയിട്ടുണ്ട്, കഥകൾ എഴുതിയിട്ടുണ്ട്, കവിതകൾ എഴുതിയിട്ടുണ്ട്. ഭയങ്കരമായ സംഭാവനകൾ ഹിന്ദി സാഹിത്യത്തിൽ നൽകിയ ആളാണ് ശ്രീ ജയശങ്കർ പ്രസാദ്. അതുപോലെ തന്നെ നമ്മൾ പ്രേംചന്ദിനെ നമുക്ക് ജുലൂസ് എന്ന നാടകം പഠിക്കാനുണ്ട്. നാട്യരൂപാന്തരം വേറെ ആളാണ് നടത്തിയതെങ്കിലും. ഓക്കെ, അപ്പോൾ ഇദ്ദേഹത്തിന് മധുർദു എന്ന് പറയുന്ന വസന്തകാലത്തെ കുറിച്ച് ഉള്ള കവിതയാണിത്. വസന്തകാലത്തെ ഒരു കാമുകിയായിട്ടാണ്, ഋതുക്കളിൽ ഏറ്റവും മനോഹരമായ കാലം ഏതാണ്? വസന്തകാലമാണ്. വസന്തകാലത്തെ കാമുകിയായിട്ടാണ് കവി ഇതിൽ വർണ്ണിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു കാമുകി വരുമ്പോഴുണ്ടാകുന്ന കാമുകന്റെ മാനസികാവസ്ഥയിലുള്ള വർണ്ണനയാണ്. വസന്തകാലത്തെ കാമുകിയായി കണ്ടുകൊണ്ടാണ്, ഒരു കാമുകന്റെ ഭാഗത്ത് നിന്നുകൊണ്ടാണ് ഇദ്ദേഹം ഈ കവിതകൾ എഴുതുന്നത്. ഓക്കെ, അപ്പോൾ വസന്തകാലം ഇവിടെ കാമുകിയാണ്, കവി ഇവിടെ കാമുകനുമാണ്. ആ രീതിയിലാണ് നമ്മൾ ഈ പാഠം പോകുന്നത്. അതിൻ്റെ സമ്മറിയിലേക്ക് നമുക്ക് നോക്കാം. അതുമായി ബന്ധപ്പെട്ട ഓരോ വരിയുടെ അർത്ഥവും ഓരോ വരിയും ഓരോ വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ആണ്. നിരവധിയായ രസകരമായ ചോദ്യങ്ങളും പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്. പക്ഷെ ഞാൻ ഒറ്റ സമ്മറി മാത്രമേ ഈ വീഡിയോയിൽ പറയുന്നുള്ളൂ. ഓക്കെ, നോക്കൂ മക്കളെ. കവിത की ആസ്വാദൻ ടിപ്പണി ലിഖിए. കവിതയുടെ ആസ്വാദൻ ടിപ്പണി ഇതാ നിങ്ങളോട് ചോദിക്കും. 6 മാർക്കാണ്. ഏതെങ്കിലും 4 വരി തന്നതിന് ശേഷം കുറച്ച് വൺ വേർഡ് ക്വസ്റ്റ്യൻസ്, പാരഗ്രാഫ് ക്വസ്റ്റ്യൻ തന്നതിന് ശേഷം ആസ്വാദൻ ടിപ്പണി ഇതാൻ ചോദിക്കും. അങ്ങനെയാണെങ്കിൽ കവിതയുടെ സമ്മറി എന്ന രൂപത്തിൽ ആസ്വാദനക്കുറിപ്പായിട്ട് നിങ്ങൾക്ക് ഇതൊന്ന് കേൾക്കുക. ഉത്തരം: സുപ്രസിദ്ധ ഹിന്ദി സാഹിത്യകാരൻ, വളരെ പ്രസിദ്ധനായ ഹിന്ദി സാഹിത്യകാരൻ ജയശങ്കർ പ്രസാദിന്റെ കവിതയാണ് മധുർദു എന്ന് പറയുന്നത്. ഓക്കെ, ये एक സുന്ദർ കവിത ഹെ. ഇതൊരു വളരെ മനോഹരമായ കവിതയാണ്. മനോഹരമായ കവിത എന്ന് പറഞ്ഞാൽ വെറും വാക്ക് പറയല്ല, അതിമനോഹരമായ കവിതയാണ്. മധുർദു ഛായാവാദി കവിത ഹെ. മധുർദു എന്ന് പറയുന്നത് ഛായാവാദി കവിതയാണ്. കവിതകൾ പലതരത്തിലുണ്ട്: ഛായാവാദി, പ്രകൃതിവാദി, രഹസ്യവാദ്. ഛായാവാദ് എന്ന് പറഞ്ഞാൽ പ്രകൃതിയുടെ സൗന്ദര്യത്തെ മനോഹരമായി വർണ്ണിക്കുന്നതാണ് ഛായാവാദ്. പ്രഗതിവാദം എന്ന് പറഞ്ഞാൽ പുരോഗമനപരമായി സടകുടഞ്ഞ് എഴുന്നേറ്റ് എല്ലാത്തിനെ മോശമായതിനെ തകർത്ത് പുതിയ സൃഷ്ടിക്കാനുള്ള സമരകാഹളം മുഴക്കുന്ന രീതിയിലുള്ള രചനകളാണ് നമ്മൾ പ്രഗതിവാദം എന്ന് പറയുന്നത്. പിന്നെ രഹസ്യവാദം എന്ന് പറഞ്ഞൊരു രചനയുണ്ട്. രഹസ്യവാദം എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിൻ്റെ എല്ലാ സംഭവങ്ങളിലും രഹസ്യമായി നോക്കിക്കഴിഞ്ഞാൽ പ്രപഞ്ചത്തിലെ എല്ലാ സംഭവങ്ങളിലും ഒരു രഹസ്യമുണ്ട് എന്ന് കണ്ടെത്തുന്ന മെസ്സേജ് നൽകുന്ന കവിതകളാണ് നമ്മൾ രഹസ്യവാദ കവിതകൾ എന്ന് പറയുന്നത്. അതിനെക്കുറിച്ചൊക്കെ നമുക്ക് കവിതയെ പറയുന്ന സമയത്ത് വിശദമായിട്ട് പറയാം. അപ്പോൾ നമുക്ക് ഈ കവിത എന്താണ്? ഒരു ഛായാവാദി കവിതയാണ്. ഛായാവാദം എന്ന് പറഞ്ഞാൽ പ്രകൃതിയുടെ സൗന്ദര്യത്തെ വർണ്ണിച്ചെഴുതുന്ന കവിതയാണ് ഛായാവാദ കവിത. ഓക്കെ, യെസ്. കവിത മേ വസന്ത ഋതു കാ സുന്ദർ വർണ്ണന ഹുവാ ഹെ. വസന്തകാലത്തെ കുറിച്ചാണ് ഈ കവിതയിൽ വർണ്ണന നടത്തിയിരിക്കുന്നത്. അപ്പൊ പ്രകൃതിയുടെ വർണ്ണനകളിൽ മുഴുവൻ വസന്തകാലത്ത് ഉണ്ടാകുമ്പോഴുള്ള വർണ്ണന മുഴുവൻ ഇതിനകത്ത് കാണാം. നോക്കൂ, വസന്ത ഋതു കാ ആഗയാ ഹെ. വസന്തകാലം വന്നിരിക്കുന്നു. ഭൂലിസി, അതും വഴി തെറ്റിയാണ് വന്നത്. എന്താണ്? കവി ഉസേ ഏക് വ്യഥാസാദിൻ കെ സമാൻ ദിക്തേ. കവി അതിനെ ഒരു വ്യഥാസാദിൻ എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? വഴിതെറ്റി വന്ന കൂട്ടുകാരനെ അന്വേഷിച്ച് വരുന്ന ഒരാളിനെ പോലെയാണ് കവി വസന്തകാലത്ത് ഇവിടെ വർണ്ണിച്ചിരിക്കുന്നത്. കവി അപ്പനെ മന്മേ, കവി തന്റെ മനസ്സിൽ ഉസ്കേലിയെ ചോട്ടി കുടിയാ ബനാ ദേത്തി ഹെ. ആ വന്നു കയറുന്ന സാധിൻ. ആരാ സാധിൻ എന്ന് പറഞ്ഞാൽ കൂട്ടുകാരി, കൂട്ടുകാരി. വഴിതെറ്റി വന്ന ഒരു കൂട്ടുകാരിയെ തൻ്റെ വീട്ടിലേക്ക് തൻ്റെ വീടിന്റെ ഉമ്മറത്തേക്ക് തൻ്റെ വീടിന്റെ പൂമുഖത്തേക്ക് വഴിതെറ്റി വന്ന അതിമനോഹരിയായ ഒരു സുന്ദരിയായിട്ടാണ്, കാമുകിയായിട്ടാണ് വസന്തകാലത്തെ ഇവിടെ കവി കാണുന്നത്. അതുകൊണ്ട് തന്നെ ആ കവി ആ കാമുകിയോട് പോയിക്കൊള്ളാൻ പറയുന്നില്ല. അവൾക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു? കവി അപ്പനെ മന്മേ, തന്റെ മനസ്സിൽ ഉസ്കേലിയെ ചോട്ടി കുടിയാ ബനാദേത്തെ, അവൾക്ക് വേണ്ടി ഒരു ചെറിയ കുടിൽ ഉണ്ടാക്കി വെക്കുന്നു. കവി പറയുന്നു കി എന്നാൽ പ്രേമി രഹത്താഹേ. കാരണം പ്രേമി വസിക്കുന്നത് കാമുകി വസിക്കുന്നത് ഭൂമി और ആകാശ് के बीच में. കാമുകി വസിക്കുന്നത് ഭൂമിയിലല്ല, കാമുകി വസിക്കുന്നത് ആകാശത്തിലുമല്ല. അപ്പൊ ആകാശത്തിലും ഭൂമിയിലുമല്ലാത്തൊരിടം തന്റെ മനസ്സിലിടം നൽകി. ഓക്കെ, പ്രേം വിഹീൻ ലോക്. അതുകൊണ്ട് പ്രേമമില്ലാത്ത ആളുകൾ യഹാം പർ നഹി രഹത്തെ, ഇവിടെ നിൽക്കേണ്ടതില്ല. അത് സ്നേഹമില്ലാത്ത ആളുകളൊന്നും ഇവിടെ നിൽക്കേണ്ടതില്ല. കവി ക പ്രേം, കവിയുടെ സ്നേഹം വസന്ത ഋതുരൂപി പ്രേമിക സേഹുയ, വസന്തകാലമാകുന്ന കാമുകിയോടാണ് കവിയുടെ ഇഷ്ടം.
ഇസുസെ കവി ഹൃദയ ഇസുസെ ഇതുകൊണ്ട് ഇതിലൂടെ കവിക്ക് ഹൃദയ കവിയുടെ ഹൃദയം പ്രേമമായി ഹോഗയാഹേ എന്തായി മാറി? പ്രേമമായി കവിയുടെ ഹൃദയം പ്രേമമയമായി എന്ന് പറഞ്ഞാൽ കവി ഒരു കാമുകനായി മാറി. ഈ പ്രേമമായി വാതാവരണമേ ഈ സ്നേഹം നിറഞ്ഞ അന്തരീക്ഷത്തിൽ ആശാക്കെ നയേ അങ്കുർ പ്രതീക്ഷയുടെ പുതിയ പൂമൊട്ടുകൾ ചൂൽത്തേഹേ ആടിക്കളിക്കുന്നു. പിന്നെയോ മലയാളിൻ ബഹക്കറാത്തഹേ മന്ദമാരുതൻ. മലയാളി എന്ന് പറഞ്ഞാൽ മലയാളിയല്ല, മലയാളി എന്ന് പറഞ്ഞാൽ മന്ദമാരുതൻ ഇങ്ങനെ വരുന്നു, ഇക്കിളിക്കുട്ടുന്ന കാറ്റുകൾ കടന്നു വരുന്നു. ഉസ്കി ലഹരിയും അതിന്റെ അലകൾ സിഹർ മർദ്ദേത്തിഹേ ഉന്മത്തവാൻ. ആ വസന്തകാലത്തിന്റെ കാറ്റുകൾ ഇങ്ങനെ വന്ന് ശരീരത്തിൽ സ്പർശിച്ചു പോകുമ്പോൾ ഉന്മത്തം ഉണ്ടാക്കുന്നു. വഹ് മാനസ് നയൻ നളിൻ കോ ചുംബൻ കർക്കെ ജാത്തെ. വഹ് അത് മനസ്സിനും നയൻ കണ്ണാകുന്ന നളിൻ ആ താമരപ്പൂവിനെ ചുംബൻ കർക്കെ ജാത്തെ അതായത് മനസ്സിലെയും കണ്ണിനെയും ചുംബിച്ച് കടന്നു പോകുന്ന കാറ്റാണ്. പ്രഭാത് ലാലിമാസെ ബരാഹുവാരത്തഹേ പ്രഭാതം ചുവപ്പ് കളറാൽ, അതായത് വസന്തകാലം വരുന്ന സമയത്ത് എങ്ങനെയാണ് കാറ്റടിക്കുന്നത്? ഒരിക്കലും കൊടുങ്കാറ്റുണ്ടാവുന്നില്ല, മന്ദമാരുതനാണ് വരുന്നത്. വസന്തകാലം വരുന്ന സമയത്ത് സിന്ദൂരപ്പൊട്ട് പോലെ വലിയ സൂര്യൻ ഉദിച്ച് രാവിലെ വരുന്നു, വളരെ മനോഹരമാണ് അല്ലെ? അതുകൊണ്ട് പ്രഭാതം ലാലിമാസെ ബരാഹുവെ റെഡ് കളർ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. സംസാർമേ ഹമേശ രോഷ്നിയിലെത്തിയേ ലോകത്ത് വസന്തകാലം വരുമ്പോൾ എപ്പോഴും വെളിച്ചം ഉണ്ടാവും. പകല് നല്ല സൂര്യ വെളിച്ചം ഉണ്ടാവും, രാത്രി നല്ല നിലാവും ഉണ്ടാവും. വസന്ത ഋതുമേ ചാന്ദിനി ഫൈൽ ജാത്തി. വസന്തകാലം വരുമ്പോൾ രാത്രിയിൽ നിലാവ് ഉണ്ടാവുന്നു. ചാന്ദിനി എന്ന് പറഞ്ഞാൽ നിലാവ് ഒഴുകുന്നു. ഓർ പ്രകൃതി ഹിമക്കി ബൂന്തോം കി വർഷ കർത്തി. പ്രകൃതി ആവട്ടെ മഞ്ഞുതുള്ളികളെ വർഷിക്കുന്നു. ഓക്കെ. വസന്ത ഋതുമേം പ്രേം കാ ഏകാന്ത് സൃജൻ കാര്യത്തെ. വസന്തകാലം വരുമ്പോൾ വസന്ത ഋതുമേം പ്രേം കാ ഏകാന്ത് പ്രേമത്തിന്റെ ഏകാന്തത സൃജൻ കാര്യവത്തായ സൃഷ്ടിക്കപ്പെടുന്നു. വസന്തകാലം വരുമ്പോഴാണ് പ്രണയത്തിന്റെ ഏകാന്തത, ആരും ഡിസ്റ്റർബ് ചെയ്യാത്ത ഒരു ഏകാന്തത നമുക്ക് ഉണ്ടാവണം തോന്നുന്നത്. കവി നിവേദൻ കർത്തെ കവി റിക്വസ്റ്റ് ചെയ്യുന്നു കി എന്നാൽ ഇസ്മേ കിസിക്കോ ബാധ ഉപസ്ഥിതി നഹിക്കർണി. ഈ ഒരു അവസ്ഥയിൽ ആരും വന്ന് ഡിസ്റ്റർബ് ചെയ്യരുത്. സ്വപ്നം കണ്ട് സ്വർഗതുല്യമായ സ്വപ്നം കണ്ടിരിക്കുന്ന സമയമാണ്. കവി ക ഉപദേശ് ഹേ കവിയുടെ ഉപദേശം എങ്ങനെയാണ്? അപ്പനേമേ ജോ കുച്ച് സുന്ദർ ഹേ എന്നിൽ എന്തെല്ലാം സുന്ദരമായതുണ്ടോ ഉസേ പ്രേമയുഗ്മം കോദേതി അതെന്റെ കാമുകിക്ക് നൽകാൻ അവസരം തരൂ, ആരും എന്നിൽ ഡിസ്റ്റർബ് ചെയ്യരുത്. ആരാണ് കാമുകി? വസന്തകാലമാണ് അല്ലെ? അതിൽ ലയിച്ച് സ്വപ്നം കണ്ടിങ്ങനെ നിൽക്കുകയാണ് എന്നിട്ട് പറയുന്നു. ഈ കവിത മധുരധൂമേം പ്രകൃതി ചിത്രൻ. ഈ കവിത അപ്പൊ ഇവിടെ വരെയാണ് നമ്മുടെ കവിത. ഓക്കെ. പിന്നെ നമുക്ക് അതിനെ ഒരു എന്താ മധുരധൂമേ മധുരതുൽ പ്രകൃതി ചിത്രമുണ്ട്, മാനവികതയുണ്ട്, സൗന്ദര്യവർണ്ണനയുണ്ട്, പ്രേമാനുഭൂതി പ്രണയാനുഭൂതി ഉണ്ട്, ആദി ഛായാവാദി പ്രകൃതിയൊക്ക മുതലായ ഛായാവാദി പ്രകൃതികളെ സുന്ദര സമാവേശുവെ വളരെ മനോഹരമായിട്ടാണ് സമന്വയിപ്പിച്ചിരിക്കുന്നത്. പദാവലി അത്യന്ത കോമൾ ഹേ ഇതിൽ ഉപയോഗിക്കുന്ന വാക്കുകൾ കടിച്ചാ പൊട്ടത്തല്ല, വളരെ ലൗലിയായുള്ള വാക്കുകളാണ്. പങ്ക്തിയൊക്ക ആശയം ഇനി ഓരോ വരികളുടെയും ആശയം ആസാനിച്ച് സമച്ച് സക്തെ എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഈ പാഠത്തിന്റെ കവിതയുടെ ഹെഡിങ് എന്താ? ശീർഷക ഹെഡിങ് സാർത്ഥക് അർത്ഥമുള്ളതും ഓർ സംഗതികെ ഏറ്റവും അനുയോജ്യമാണ്. എന്താ ഹെഡിങ്? മധു ഋതു. മധു എന്ന് പറഞ്ഞാൽ എന്താ? തേൻ. ഋതു എന്ന് പറഞ്ഞാൽ എന്താ? സീസൺ എന്ന് പറഞ്ഞാൽ തേൻ കാലം എന്നാണ്. ഓക്കെ. അപ്പോഴാണ് പൂക്കൾ ഉണ്ടാകുന്നത്. പൂക്കളെല്ലാം തന്നെ തേൻ നിറയുന്നത് ആ സമയത്താണ്. മാത്രമല്ല കാലങ്ങളിൽ ഏറ്റവും മനോഹരമായ കാലവും എന്താണ്? മധുഋതുവാണ്. ഇതാണ് ഈ കവിതയിൽ നിങ്ങൾ പഠിക്കേണ്ടത്. ഇത്രയും പഠിച്ചാൽ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട നിരവധി ക്വസ്റ്റ്യൻസ് ഉത്തരം വേറെ പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് വൺ വേർഡ് ക്വസ്റ്റ്യൻസ് എഴുതാൻ പറ്റും. നിരവധിയായ പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് വളരെ രസകരമായ വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഇതിൻ്റെ അകത്തുണ്ട്. ഓക്കെ. അപ്പോൾ നമ്മളത് മറന്നു പോകരുത്. ഇത് നിങ്ങൾക്ക് ഓർമ്മ വേണം. ഇനി നമുക്ക് അടുത്തായിട്ട് പഠിക്കാനുള്ളത് പത്രാണ്. യഹ് ഹമാര അധികാർ ഹേ ഇത് നമ്മുടെ അധികാരമാണ്. ഏതൊരു ഓഫീസിലും ചെന്നിട്ട് നമുക്കൊരു രേഖ കൊടുത്തിട്ട് ഇന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞാൽ ആരാടാ നീ ഇത് ചോദിക്കാന്ന് പറയാൻ പാടില്ല. നമ്മുടെ റൈറ്റ് ആണ്. അങ്ങനെ വിവരാവകാശ പ്രകാരം ഉണ്ടാക്കുന്ന കത്തിനെയാണ് ഈ പാഠത്തിലൂടെ നമ്മൾ പഠിച്ചത്. ഈ പാഠത്തിൽ നിങ്ങൾക്ക് 8 മാർക്കാണ്. ഒരു കാരണവശാലും നഷ്ടപ്പെടുത്തരുത്. ഇതാണ് പാർലമെന്റ് പാസ്സാക്കിയ ആ നിയമത്തിന്റെ കോപ്പി നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കാണുന്നത്. ഇത് പ്രകാരം ഒരു ചോദ്യം നോക്കൂ. ഒരു മോഡൽ ഞാൻ തരാം. ഇത് പ്രകാരം ഒരു ചോദ്യം ഇതെങ്ങനെയാണേ, ശ്രദ്ധിച്ചു നോക്കൂ. ആജ്കൽ റെയിൽഗാഡിയോമേ ഇന്ന് ഇക്കാലങ്ങളിൽ ട്രെയിനിൽ സ്ത്രീയോ പർ അത്യാചാര ബഡ്രഹായ് ട്രെയിനിൽ നമുക്കെന്താ ഒരുപാട്, നിങ്ങളെ ഗോവിന്ദച്ചാമിനെയൊക്കെ പറ്റിയില്ലേ, ട്രെയിനിൽ ഒരുപാട് അപകടങ്ങൾ നടക്കുന്നുണ്ട്. ഇസേ രോക്കിനെ കെലി അതാണ് ഈ സ്ത്രീകൾക്ക് നേരെ ഉണ്ടാകുന്ന അപകടങ്ങളാണ്. ഇസേ രോക്കിനെ കെലി ഇതിനെ തടയാൻ വേണ്ടി ഭാരതീയ റെയിൽ മന്ത്രാലയ ദ്വാര ഇന്ത്യൻ റെയിൽവേ ഡിപ്പാർട്ട്മെന്റ് വഴി ചെയ്തിട്ടുള്ള കാർവായോങ്കി നടപടികളുടെ ജാൻകാരി പാനേക്കെലി അറിവുകൾ ലഭ്യമാകുന്നതിന് വേണ്ടി പാനേക്കെലി ശ്രേയസ് ശ്രീനികേതൻ
നൈ ദില്ലിക്ക് ഓർസെ, അതായത് ശ്രേയസ് എന്ന് പറഞ്ഞ ആള് ശ്രീനികേതനിൽ താമസിക്കുന്നു. നൈ ദില്ലിക്ക് ഓർസെ, ഡൽഹി, അതായത് നൈ ദില്ലിയിലെ ശ്രീനികേതൻ താമസിക്കുന്ന ശ്രേയസിന്റെ ഭാഗത്തുനിന്നു കി ഓർസെ സാർവജനിക സൂചന അധികാരി, വിവരാവകാശ ഓഫീസർ, സാർവജനിക സൂചന അധികാരി അല്ലേ, പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ, रेल मंत्रालय नई दिल्ली के नाम सूचना अधिकार पत्र तैयार करे. ഒരു സൂചനാ അധികാര പത്രം കൂട്ടി വയ്ക്കാൻ പാടില്ലേ, തയ്യാറാക്കാനാണ് ചോദിച്ചത്. അങ്ങനെ ചോദിച്ചാൽ നമ്മൾ ഇതിന്റെ ഉത്തരം ഇങ്ങനെ, അതിന്റെ ഉത്തരം ഒരു വിവരാവകാശ കത്ത് ഇതാണ്. ഉത്തരം ഓഫീസർ ഇങ്ങോട്ട് തരേണ്ടതാണ്. നമ്മളെ ചോദ്യം അടങ്ങിയ ഒരു ലെറ്ററാണ് തയ്യാറാക്കാൻ പറഞ്ഞത്. 8 മാർക്കാണ്. ഇതാണ് നിങ്ങൾ കാണുന്നത്. ഒരു A4 ഷീറ്റ് പേപ്പർ മുഴുവൻ, നിങ്ങളുടെ പരീക്ഷാ പേപ്പറിൽ മുഴുവൻ ഈ കത്ത് ഉണ്ടാവണം. ആ കത്തിൽ നിങ്ങൾ വേറെ ഒരു ചോദ്യോത്തരങ്ങൾ വേറെ നിങ്ങൾ എഴുതാൻ പാടില്ല, അതിൽ മറ്റൊന്നും ഉൾപ്പെടാൻ പാടില്ല. ഓക്കെ, ഇപ്പോൾ ഈ സ്ക്രീനിൽ നിങ്ങൾ കാണുന്നതിന് ഒറ്റയ്ക്ക് ദൂരേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവില്ല. ഞാൻ ഇതിന് 2 ഭാഗമായിട്ട് നിങ്ങൾ കാണിക്കാം. നോക്കൂ. ഒന്ന്, അതിന്റെ മുകൾ ഭാഗം. ആദ്യം നിങ്ങൾ A4 ഷീറ്റ് പേപ്പറിൽ ഒരു ബോർഡറൊക്കെ ഇട്ട് ഇങ്ങനെ നിങ്ങൾ ഒരു സ്റ്റാമ്പിന്റെ ഇത് എഴുതണം. സ്റ്റാമ്പ് 10 രൂപയെ എന്നുകൂടി ഇരിക്കണം. 10 രൂപയുടെ സ്റ്റാമ്പ് ഒട്ടിക്കണം. ആ വെള്ള പേപ്പറിലാണ് വിവരാവകാശം കൊടുക്കേണ്ടത്. നമ്മുടെ സാധാ പേപ്പറിൽ മതി. അതിൽ വലതുവശത്ത് മുകളിൽ 10 രൂപയുടെ നമ്മൾ സ്റ്റാമ്പ് വാങ്ങി ഒട്ടിക്കണം. തപാൽ സ്റ്റാമ്പ് അല്ല, സർക്കാരിലേക്ക് ടാക്സ് അടയ്ക്കുന്ന റവന്യൂ സ്റ്റാമ്പ് വാങ്ങിയിട്ട് ഒട്ടിക്കണം. ഓക്കെ, അതാണ് ഒട്ടിക്കേണ്ടത്. ഓക്കെ, എന്നിട്ടോ സേവാമേം 2 എന്നാണ്. സാർവജനിക സൂചനാധികാരി റെയിൽ മന്ത്രാലയം നൈ ദില്ലി നേരി. എന്നിട്ട് ഈ ഫോമിൽ നമ്മൾ എന്താ ചെയ്യണം? ഫോം നമ്മൾ തന്നെ ഉണ്ടാക്കുന്നതാണ്. ആവേദക നാം ശ്രേയസ്, അപേക്ഷകന്റെ പേര് ശ്രേയസ്. രണ്ടാമത്തത് ടാക് കാ പൂരാ പത, തപാൽ അഡ്രസ് ശ്രീനികേതൻ നൈ ദില്ലി. നമുക്ക് വേറെ ഉണ്ടെങ്കിൽ ആ കൂടുതൽ എഴുതാം. ഓക്കെ. മൂന്നാമത് സൂചനാക്കാ വിഷയ്, എനിക്ക് അറിയേണ്ടുന്ന വിവരം. റെയിൽഗാഡിയോമേ സ്ത്രീയോം പർ അത്യാചാർ സംബന്ധിച്ച്, അതാണ് ട്രെയിനിൽ സ്ത്രീകൾക്ക് നേരെ ഉണ്ടാകുന്ന അപകടങ്ങളെ സംബന്ധിച്ച്, അതാണ് സൂചന. ഓക്കെ, വിഷയം. സന്ദർഭ് സൂചന, ഇത് ഈ കത്ത് ചോദിക്കാൻ അവകാശം, ഞാൻ ഇങ്ങനെ വിവരം ചോദിക്കാനാണ് എന്റെ കാരണം. സൂചനാ അധികാർ അധിനിയം 2005, 2005 പാർലമെന്റ് പാസാക്കിയ നിയമം ഉള്ളത് കൊണ്ടാണ് ഞാനിത് ചോദിക്കുന്നത്, ഇതുമായി ബന്ധപ്പെട്ട്. ഓക്കെ എന്നാണ്. എന്നിട്ട് അതിന്റെ ബാക്കി ഭാഗം 5, മാങ്കി ഗൈ സൂചനാക്ക വിവരം, ഞാൻ ആവശ്യപ്പെടുന്ന രേഖകൾ എന്നാണ്. 1, പിछले സാൽ, കഴിഞ്ഞ വർഷം റെയിൽഗാഡിയോമേ ട്രെയിനിൽ സ്ത്രീയോം पर സ്ത്രീകളിൽ അത്യാചാർക്ക അക്രമ പ്രവർത്തനത്തിന് കിത്തനെ ശിക്കായത്ത് മിൽഗേ ഹെ, എത്ര ശിക്കായത്ത് കിട്ടിയിട്ടുണ്ട്, സ്ത്രീകൾക്ക് നേരെ അപകടം നടന്നതിൽ എത്ര പരാതി കിട്ടിയിട്ടുണ്ട്, റെയിൽ മന്ത്രാലയത്തിന് ഉണ്ടാവും. 2, അത്യാചാർ पर കിത്തനെ സ്ത്രീയോം കെ ജാൻ നഷ്ട ഹുയി, ഈ ആക്രമണ പ്രവർത്തനങ്ങളിൽ എത്ര സ്ത്രീകൾ മരണപ്പെട്ടു പോയിട്ടുണ്ട്. 3, റെയിൽഗാഡിയോമേ സ്ത്രീയോം पर, ട്രെയിനിൽ സ്ത്രീകൾക്ക് നേരെ അത്യാചാരവും ഉണ്ടാവുന്ന അക്രമങ്ങൾക്ക് രോക്കിനെ കേലി, തടയുന്നതിന് വേണ്ടിയിട്ട് ക്യാ ക്യാ കാർവായിയാ കീ ഗൈ ഹെ, എന്തെല്ലാം നടപടികൾ ഇതിനോടകം കീ ഗൈ ഹെ സ്വീകരിച്ചിട്ടുണ്ട്. ഈ കാര്യങ്ങളാണ് എനിക്ക് കിട്ടേണ്ടത്. എന്നിട്ട് 6, സൂചന ടാക് യാ ദസ്തിമേം, എനിക്ക് കിട്ടേണ്ടുന്ന വിവരം സൂചന ടാക് തപാൽ വഴിയാണോ, യാ ദസ്തിമേം അല്ലെങ്കിൽ നേരിട്ട് കൈപ്പറ്റുകയാണോ എന്നുള്ളത്. അതിന് ടാക് ദ്വാര, ഇതൊക്കെ നിങ്ങൾ എന്റെ അഡ്രസ്സിൽ തപാൽ അയച്ചാൽ മതി, അല്ലെങ്കിൽ ഞാൻ ഓഫീസിൽ വരുമെന്നുള്ള രീതിയിലാണത്. ഓക്കെ. എന്നിട്ടോ നൈ ദില്ലി. ഓക്കെ, ഹസ്താക്ഷർ ശ്രേയസ് 4/3/2025. ഓക്കെ, ഒരു ഡേറ്റും ഇവിടെ ഡേറ്റ് കൊടുക്കണം, ഹസ്താക്ഷർ ശ്രേ. ഇങ്ങനെ എഴുതുമ്പോഴാണ് നിങ്ങളുടെ ഈ കത്തായി മാറുന്നത്. അങ്ങനെ എഴുതുമ്പോൾ 8 മാർക്കാണ് നിങ്ങൾക്ക്. പൊന്നുമക്കളെ, ഇത്രയും കാര്യങ്ങൾ ഓൾറെഡി ഇങ്ങനെ ഉള്ളതാണ്. ഈ സ്റ്റാമ്പ് കാണിക്കണം. ആർക്കാണ് സാർവജനിക സൂചന അധികാരി എന്ന് നമ്മൾ എന്തായാലും എഴുതണം. പിന്നെ തരുന്ന ഡിപ്പാർട്ട്മെന്റ് എന്താണോ ചോദ്യ പേപ്പറിൽ ഉണ്ട് അത് എഴുതണം. ഈ കാര്യങ്ങളൊന്നും നമ്മൾ പുതുതായിട്ടല്ല, ഇത് നമ്മൾ ഇതിന്റെ സ്ട്രക്ചർ നിങ്ങൾ പഠിച്ചേക്കണം. ഇത് നിങ്ങൾ ആരാണോ കത്തിൽ എഴുതുന്നതെന്ന് പറയുന്നത് അയാളെ കുറിച്ചാണ് നമ്മൾ എഴുതേണ്ടത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ചോദ്യം നമുക്ക് ബസ്സുമായി ബന്ധപ്പെട്ടതാണോ, പോലീസുമായി ബന്ധപ്പെട്ടതാണോ, ആരോഗ്യവുമായി ബന്ധപ്പെട്ടാണോ, ആ ബന്ധപ്പെട്ടൊരു ടൈപ്പ് 3 ചോദ്യങ്ങൾ ഇവിടെ ഉണ്ടാക്കാൻ കഴിയണം. ഇനി ഈ എല്ലാ ചോദ്യങ്ങൾ പെട്ടെന്ന് കിട്ടുന്നില്ലെങ്കിലും ഈ സ്ട്രക്ചറും ഫോർമാറ്റും എഴുതിയതിനു ശേഷം അതിൽ ഫില്ല് ചെയ്യാൻ പറ്റുന്ന മുഴുവൻ നിങ്ങൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് 8 മാർക്കിൽ ഒരു 6 മാർക്ക് ഉറപ്പായും കിട്ടും. ഓക്കെ, ചോദ്യം ഒരു പക്ഷേ നിങ്ങൾ ഉദ്ദേശിച്ച പോലെ ഉണ്ടാക്കാൻ പറ്റിയില്ലെങ്കിലും ബാക്കിയുള്ളതൊക്കെ നിങ്ങൾക്ക് അതേമാതിരി എഴുതാം. ഓക്കെ, അപ്പൊ നമുക്കത് ഓർമ്മ വേണം. ഇനി നിങ്ങൾക്ക് ഒരു പാഠം കൂടിയാണ് പഠിക്കാനുള്ള മക്കളെ. ജുലൂസ്. ജുലൂസ് എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്താണ്? ജാഥ എന്നാണ് അല്ലെ. ജുലൂസ് എന്ന് പറഞ്ഞാൽ ജാഥയാണ്. ഇത് പ്രേംചന്ദ് എന്ന് പറഞ്ഞ ഹിന്ദിയിലെ മഹാനായ, ഞാൻ നേരത്തെ പറഞ്ഞ ജയശങ്കർ പ്രസാദിനെ പോലെ പർവ്വതം പോലെ ഉയർന്നിരിക്കുന്ന മറ്റൊരു മഹാസാഹിത്യകാരനാണ് പ്രേംചന്ദ്. പ്രേംചന്ദിന്റെ കഥയെ ഒരു നാടകമാക്കി മാറ്റുകയാണ് ആര്? ചിത്രാ മുദ്ഗൽജി. ഓക്കെ, നാട്യരൂപാന്തരമാണ്, നാടകാവിഷ്കാരം എന്നതിന്റെ അർത്ഥം. ജുലൂസ് എന്ന വാക്കിന്റെ അർത്ഥം ജാഥ എന്നാണ്. ഓക്കെ, സ്റ്റേജിൽ നിങ്ങൾ നോക്ക്, ഒരു നാടക അവതരണമാണ്. ഇതില് നമ്മൾ നോക്കൂ, ജുലൂസ് ആണ്
കഹാനി പ്രേംചന്ദ്, പ്രേംചന്ദ്ര കഥയാണ്. നാട്യരൂപാന്തരം ചെയ്തിരിക്കുന്നത് ചിത്ര മുദ്ഗൽജിയാണ്. ഓക്കെ, ഇത് നമ്മളോട് മറന്നു പോരുതേ. എന്നിട്ട് ഈ കഥയിലെ കഥാപാത്രങ്ങൾ ആരൊക്കെയാണ് നമ്മൾ നോക്കുക. കഥാപാത്രങ്ങൾ ആരൊക്കെയാ? ഇബ്രാഹിം അലീം എന്ന് പറയുന്ന ഒരു കഥാപാത്രമുണ്ട്. അദ്ദേഹം സ്വതന്ത്രതാ സേനാനിയൊക്കെ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ നേതാവാണ്. അടുത്തത് വീർബൽ സിംഗ് ആണ്, പോലീസ് ദാരോഗ. ദാരോഗ എന്ന വാക്കിന്റെ അർത്ഥം ഓഫീസറിനാ, പോലീസ് ഓഫീസറാണേ. പിന്നെ വേറെ 3 ആളുണ്ട്. ശംഭുനാഥ് ഉണ്ട്, ദീൻദയാൽ ഉണ്ട്, മൈക്കുണ്ട്. ഇവരൊക്കെ വ്യാപാരികളായ ആളുകളാണ്. ഓക്കെ, ഇത്രയാണ് നാടകത്തിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ. പിന്നെ ഒരുപാട് പോലീസുകാരുണ്ട്. അതിൽ പോലീസ് ഓഫീസറെ പറയുന്നുള്ളൂ, ബാക്കി പോലീസുകാരെ നമ്മൾ പറയുന്ന പോലീസുകാർ വരുന്നുണ്ട്. പിന്നെ ഒരുപാട് ജാഥയിൽ ഒരുപാട് ആളുകൾ ഉണ്ടാകുന്നുണ്ട്. പക്ഷെ അതിൽ ലീഡേഴ്സിനെയും അതിനെക്കുറിച്ച് സംസാരിക്കപ്പെടുന്ന ആളുകളെയും മാത്രമേ നമുക്ക് ഇതിനകത്ത് വരുന്നുള്ളൂ. ഓക്കെ, ഈ കഥയുടെ സമ്മറി നമ്മളൊന്ന് നോക്കുക. ഈ കഥയുടെ സമ്മറി എന്താ നോക്കുക. സമ്മറി നമ്മൾ ആദ്യം നോക്കുക. ശ്രദ്ധിച്ച് കേൾക്കൂ മക്കളെ, കേൾക്കും നോക്കണേ. സാരാംശ്: അംഗ്രേസ് ലോഗ് ദേശ് ചോടോ, ഇംഗ്ലീഷുകാർ ഇന്ത്യ വിടുക. നാരാ ലഗാത്തെ ഹുയെ, മുദ്രാവാക്യം വിളികളുമായി സ്വാതന്ത്ര്യ സേനാനിയൊക്ക, സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ജുലൂസ് ആരഹെ, ഒരു ജാഥ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ വരുന്നു. ശംഭുനാഥ്, ആ സമയത്ത് ശംഭുനാഥ്, മൈക്കു, ദീൻദയാൽ ആദി മുതലായവർ ജുലൂസ് കി ചർച്ചാമേ മഗ്നിഹെ, ജുലൂസ് ജാഥയുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ മുഴുകുകയാണ്. ഹാസി ഉഡാക്കർ, വളരെ പരിഹസിച്ചുകൊണ്ട് ദീൻദയാൽ കാത്തെ, ദീൻദയാൽ പറയാണ് കി എന്തെന്നാൽ ജുലൂൽ ചലാനേസി, ഒരു ജാഥ നടത്തിയിട്ട് അംഗ്രേ ആസാദി മിലേഗാക്യ, നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുമോ? മഹാസാമ്രാജ്യമായ ബ്രിട്ടീഷുകാർ, സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യത്തിന്റെ ഉടമകളായ ബ്രിട്ടീഷുകാരാണ് ഇന്ത്യയിൽ അടിമകളാക്കി വെച്ചിരിക്കുന്നത്. ഈ വിശാലമായ രാജ്യത്തിന്റെ ഏതെങ്കിലും ഒരു മൂലയിൽ ഒരു 10 ആൾ ഒരു ജാഥ നടത്തിയാൽ അത് പേടിച്ച് ബ്രിട്ടീഷുകാരങ്ങ് പോകുമോ? ഒരു ജാഥ നടത്തിയിട്ടൊക്കെ എങ്ങനെ സ്വാതന്ത്ര്യം കിട്ടാനാണ്? ഗാന്ധിജി ബി ബൂഡ ഹോഗെ, മാത്രമല്ല ഓൾ ഇന്ത്യ ലെവലിൽ നേതൃത്വം കൊടുക്കുന്ന മഹാത്മജിയ, പുള്ളിയാണെങ്കിൽ വല്ലാണ്ട് പ്രായമായി. ഗാന്ധിജി ബി ബൂഡ ഹോഗെ, പുള്ളി വല്ലാതെ വൃദ്ധനായി ഇരിക്കുന്നു. പിന്നെ നാട്ടിലൊക്കെ ഒരു ജാഥ നടക്കുമ്പോൾ അതിൽ ആരൊക്കെയാണ് പങ്കെടുത്ത് നോക്കൂലേ പ്രധാനമായിട്ട്, അതിനനുസരിച്ച് അതിനൊരു വാല്യൂ ഉണ്ടാകുക. ധനിലോക്, നാട്ടിലെ മാന്യന്മാരും സമ്പന്നരായ ആളുകൾ ജുലൂസ് മേ ഭാഗനഹിയിലേക്ക്, ജാഥയിൽ പങ്കെടുക്കുന്നില്ല, ആരും മൈൻഡ് ചെയ്യുന്നില്ല. പിന്നെ ആരാണ് നാട്ടിൽ ഒരു നിലയും വിലയില്ലാത്ത കുറെ ആളുകൾ ജാഥ നടത്തുന്ന അർത്ഥം. ഇസ്ലിയെ ഇതുകൊണ്ട് ഹം ജൈസെ വ്യാപാരി ലോക്, നമ്മളെപ്പോലുള്ള ബിസിനസ്സുകാരെ ആളുകൾ ഇസ് ജുലൂമേ, ഈ ജാഥയിൽ ഭാഗലേനേക്ക പങ്കെടുക്കാനുള്ള ആവശ്യകത നഹി, ആവശ്യമേ ഇല്ല. ഇത് നമ്മളെപ്പോലെ ഇടത്തട്ടക്കാരും സമ്പന്നരും ഹൈ ലെവലുള്ള ആളുകളൊന്നും ഉള്ള കാര്യമല്ല. ഇതാരെ കുറച്ച് ആൾക്കാർ, ഒരു പണിയും ഇല്ലാത്ത കുറെ ആളുകൾ നടക്കുന്നു മാത്രം, നമ്മൾ പോകേണ്ടില്ല. തബ് മൈക്കുനേക്ക, പക്ഷെ അപ്പോ വ്യാപാരികളുടെ മൈക്കു പറഞ്ഞു എന്ത്, അംഗ്രേസ് ശാസന്മേം അമീരോക്കോ കോയി ദിക്കത്ത് നഹി, സമ്പന്നര് പങ്കെടുക്കൂല. മൈക്കു ഭയങ്കരമായിട്ട് കുറച്ച് ബിസിനസ്സുകാരനാണെങ്കിലും കുറച്ച് ദേശഭക്തി കൂടുതൽ ആളാ. ഒന്നെന്താ പറഞ്ഞറിയും, തബ് മൈക്കുനേക്ക ഹാക്കി അംഗ്രേസ് ശാസനം, ഇംഗ്ലീഷുകാരുടെ ഭരണത്തിൽ അമീരോക്കോ സമ്പന്നർക്ക് കോയി ദിക്കത്ത് നഹി, ഒരു പ്രയാസവും സമ്പന്നർക്കില്ല, അതുകൊണ്ട് അവർ പങ്കെടുക്കില്ല. വേത്തോ ബംഗ്ലമേരത്തെ, കാരണം അത്തരം ഈ നാട്ടിലെ സമ്പന്നരൊക്കെ ബംഗ്ലാവിൽ താമസിക്കുന്നവരാണ്. ഹമാരെ നേതാ ഗാന്ധിജി, ഞങ്ങളെ നേതാവ് ഗാന്ധിജിയാണ്. വ സ്വതന്ത്രതാ കിലിയെ, അദ്ദേഹം സ്വാതന്ത്ര്യത്തിന് വേണ്ടി മർണേക്കോ ബി തയ്യാർ ഹെ, അദ്ദേഹം സ്വാതന്ത്ര്യത്തിന് വേണ്ടി മരിക്കാൻ പോലും തയ്യാറായിട്ടാണ് ഈ ജാഥയൊക്കെ നടത്തുന്നത്. തബ് തക്ക്, അപ്പോഴേക്കും ഗോഡേവാലെ പോലീസ്, അപ്പൊ ഒരു ജാഥ വരുന്ന നേരം കടയിൽ നിന്നുള്ളവരാണ് ഇങ്ങനെ സംസാരിക്കുന്നത്. അപ്പൊ ജാഥ എത്തി, അങ്ങാടിയിലെത്തി. അപ്പൊ എന്ത് ചെയ്യുന്നു, തബ് തക്ക് അപ്പോഴേക്കും ഗോഡേവാലെ പോലീസ് ദാരോഗ, ഗോഡേവാലെ കുതിരപ്പുറത്ത് കയറിയിട്ടുള്ള പോലീസ് ദാരോഗ, പോലീസ് ഓഫീസർ വീർബൽ സിംഗ്, ഒരു വീർബൽ സിംഗ് എന്ന ക്രൂരനായ പോലീസ് ഓഫീസർ ജുലൂസ് കോ രോക്തെ, ജാഥ വന്ന് തടയും. ഓർ വാപ്പസ് ജാനേക്കോ കാത്തെ, എല്ലാവരും പിരിഞ്ഞു പോകാൻ പറയുന്ന രംഗം നമ്മൾ കാണും. ലേക്കിൻ എന്നാൽ സ്വരാജ്യോനെ കാത്തെ, സ്വാതന്ത്ര്യ സമര സേനാനികൾ പറയുന്നു കിയൻ സ്വരാജ്യോനെ, സ്വരാജ്യോനെ എന്ന് പറഞ്ഞാ ഫ്രീഡം രാജ്യത്തിന് വേണ്ടി, സ്വരാജ്യോനെ സ്വതന്ത്ര രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകൾ കാത്തെ പറയുന്നു കി എന്തെന്നാൽ ഹം, ഞങ്ങൾ കോയി എന്തെങ്കിലും ലൂട്ടിനെ കൊള്ളയടിക്കാനോ അല്ലെങ്കിൽ തോടിനേക്കോ തകർക്കാനോ നിഹിയായ, എന്താണ് സാറേ ഞങ്ങൾ ഇവിടെ കൊള്ളയടിക്കാനോ കൊള്ളിവെപ്പ് നടത്താനോ എന്തെങ്കിലും തകർക്കാനോ വന്നവരല്ല. ഹമാര ലക്ഷ്യ ദേശ് കി സ്വതന്ത്രത ഹേ, ഞങ്ങളുടെ ലക്ഷ്യം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുക എന്നുള്ളതാണ്. ജുലൂസ് കെ നേതാ ഇബ്രാഹിം അലി, ജാഥയുടെ നേതാവായ ഇബ്രാഹിം അലി പോലീസേ കഹ, പോലീസുകാരോട് പറഞ്ഞു. ഓക്കെ, എന്താ പറഞ്ഞത്? അദ്ദേഹം ഇങ്ങനെ പറയും കി ആപ്പ് ഹമേ രോക്ക് നഹി സക്തേ, നിങ്ങൾക്ക് ഞങ്ങളെ തടയാൻ സാധിക്കില്ല. ആപ്പ് ഹമേ രോക്ക് നഹി സക്തേ, നിങ്ങൾക്ക് ഞങ്ങളെ തടയാൻ സാധിക്കില്ല. തബ് പോലീസ് ദാരോഗ, അപ്പൊ പോലീസ് ഓഫീസർ എന്ത് ചെയ്തു, ബീർബൽ സിംഗ് को लाठी चार्ज करने का ऑर्डर देते. അപ്പൊ എന്ത് ചെയ്യുന്നു, പോലീസ് ദാരോഗ, പോലീസ് ഓഫീസർ ബീർബൽ സിംഗ്
നമ്മുടെ കുതിരപ്പുറത്ത് വന്ന പോലീസ് ഓഫീസറായ ബീർബൽ സിംഗ് ഒരു ഉത്തരവിടുന്നു. എന്തെന്ന്? ലാഠി ചാർജ് കർണേക്ക ഓർഡറത്തെ. ലാഠി ചാർജ് എന്ന ഓർഡർ പോലീസുകാരോട്, തന്റെ ബാക്കിൽ നിൽക്കുന്ന പോലീസുകാരോട്. അങ്ങനെ ലാത്തി ചാർജ് നടക്കുന്നു, ഒരുപാട് അടി നടക്കുന്നു. അപ്പോൾ ഇബ്രാഹിം അലിക്ക് സിർപ്പർ, അടി കൊണ്ടിട്ട് ഇബ്രാഹിം അലി എന്ന സ്വാതന്ത്ര്യ സമര സേനാനിയുടെ തലയ്ക്ക് ചോട്ടിലേക്ക് മുറിവേൽക്കുന്നു. ഓർ വേ ബുരി തര ഘായലോകെ, അദ്ദേഹം വല്ലാത്ത രീതിയിൽ ഘായലോകെ, മുറിവേറ്റു. ഘായൽ ഹോന എന്ന് പറഞ്ഞാൽ എന്താ? മുറിവേറ്റു. ഓക്കെ മക്കളെ, ഇനി യഹി ഖബർ, അങ്ങനെ ഇബ്രാഹിം അലിയെ തൊട്ട് കളിച്ചിട്ട് അദ്ദേഹത്തെ അടിച്ചാൽ അത് വലിയ പ്രശ്നമാണ്. ഓക്കെ, നാട്ടുകാരിളകും. യഹി ഖബർ, ഈ വാർത്ത, ഖബർ എന്ന് പറഞ്ഞ വാർത്ത, ഷഹർ മേ സംഘർഷ പൈതാ കർത്തെ, കേട്ടവൻ അവിടെ നിന്നുകൊണ്ട് അടിച്ചുപൊളി തുടങ്ങി. മനസ്സിലായോ? എവിടെ അക്രമ ജനങ്ങൾ ഇറങ്ങി പുറപ്പെട്ടു. ആകെ യഹി ഖബർ ഷഹർ മേ സംഘർഷ പൈതാ കർത്തെ, സിറ്റിയിൽ മുഴുവൻ സംഘർഷം, കലാപം ഉണ്ടാക്കി. ഇബ്രാഹിം അലിക്ക് അടി കൊണ്ട് സമാധാനപരമായിട്ട് രഘുപതി രാഘവ രാജാറാം പാടി പോകുന്ന മനുഷ്യനെ വെറുതെ എന്താണ് പോലീസുകാർ ലാത്തിച്ചാർജ് ചെയ്ത് ഇബ്രാഹിം അലിക്ക്, അതും സ്വാതന്ത്ര്യ സമര സേനാനിയായ ഇബ്രാഹിം അലി, വളരെ ജനകീയനായ ജനപ്രിയനാണ്, അദ്ദേഹത്തിന് അടി കൊണ്ടുവന്നപ്പോൾ ജനങ്ങൾ സഹിക്കാൻ പറ്റില്ല, നാട്ടിലാകെ കലാപമായി, സംഘർഷ പൈതാകർത്തി. ദീൻ ദയാൽ, അപ്പോ നമ്മളെ കടയിൽ കേവലം സ്വാതന്ത്ര്യ സമരത്തിലൊന്നും പങ്കെടുക്കാണ്ട് സംസാരിച്ചുകൊണ്ട് മാത്രം നമ്മുടെ ദീൻ ദയാലും മൈക്കും ശംഭുനാഥ് ആദി മുതലായവർ ദേശ് പ്രേം സേ, ദേശസ്നേഹം കൊണ്ട് പ്രഭാവിതോക്കർ, ആവേശം കൊണ്ടിട്ട് ജുലൂസ് മേ ബാഗിലെത്തി, ലാത്തി ചാർജ് നടക്കുന്ന ഈ ഇടയിലെ ജാതിലേക്ക് മരിക്കട്ടെ എന്ന് പറഞ്ഞ് അവരും കൂടി നമ്മുടെ രാജ്യത്തിന് വേണ്ടി, സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടുന്ന ആളുകൾ ചോരയിൽ ഇങ്ങനെ മുങ്ങിപ്പടയുന്നത് കാണുന്നപ്പോൾ ഇവരും അങ്ങോട്ട് പങ്കാളികളായി അങ്ങോട്ട് പോകുന്നു. പോലീസ് ദാരോഗ വഹാംസെ, അപ്പോഴേക്കും ആകെ ജനങ്ങളാകെ കേട്ടവൻ എല്ലാം കാടിളകി വരുന്ന പോലെ മൊത്തം ആളുകൾ അലറിയിളകി വന്ന സമയത്ത് പോലീസ് ദാരോഗ, പോലീസ് ഓഫീസർ വഹാംസെ ബച്ചിനേക്കോ തയ്യാർ കർത്തെ, അവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാനുള്ള ശ്രമം നടത്തുന്നു. ഓക്കെ, ഭീഡ് പോലീസ് വാലോക്കോ മാർനേക്കോ തയ്യാറത്തെ, ഭീഡ് എന്ന് പറഞ്ഞാൽ ക്രൗഡ്, ആൾക്കൂട്ടം, പോലീസ് വാലോക്കോ പോലീസുകാരെ മാർനേക്കോ തയ്യാറത്തെ, പോലീസുകാരെ ലാത്തി പിടിച്ചിട്ട് അവരെ തിരിച്ചടിക്കാൻ നോക്കുന്നു. ഈ പോലീസുകാരൊക്കെ ആരാണ്? ഇന്ത്യക്കാർ തന്നെയാണ്. സ്വാതന്ത്ര്യ സമര സേനാനികൾ ആരാണ്? ഇന്ത്യക്കാരാണ്. ഈ പോലീസ് ദ്വാരോഗ്യാരാണ്, അയാളും ഇന്ത്യക്കാരനാണ്. ഓക്കെ, ബീർബൽ സിംഗ്, ഓക്കെ, അദ്ദേഹം പഞ്ചാബിയാണ്, അദ്ദേഹം ഇന്ത്യക്കാരനാണ്. ഈ പോലീസുകാരൊക്കെ എന്നാൽ പണ്ട് ബ്രിട്ടീഷുകാർക്ക് പറയുന്ന പണിയെടുക്കാൻ വേണ്ടി ഇവിടുന്ന് റിക്രൂട്ട് ചെയ്യപ്പെട്ട ആളുകളാണ്. ഉയർന്ന പദവിയിലിരിക്കുന്ന ആളുകൾ മാത്രമാണ് ബ്രിട്ടീഷുകാരായിട്ടുണ്ടായിരുന്നത്. ബാക്കി എല്ലാ പോലീസുകാരും ഈ ആളുകൾ. ഇവർ തമ്മിൽ നടക്കുന്ന അടി എന്ന് പറഞ്ഞാൽ ഇന്ത്യക്കാർ തമ്മിലാണ് ഈ അടിപിടിയും ലാത്തിച്ചാർജൊക്കെ നടക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം. ഒരു ഭാഗം ബ്രിട്ടീഷുകാരുടെ പക്ഷം നിൽക്കുന്നവർ, മറുഭാഗം ജനങ്ങളുടെ ഭാഗം നിൽക്കുന്നവരെന്നാണ്. രണ്ടും ആര് തന്നെയാണ്? ഇന്ത്യക്കാർ തന്നെയാണ്. അപ്പോൾ ലാത്തിച്ചാർജ് ഇറക്കാണ്, ആളുകൾ വന്നിട്ട് പോലീസുകാർക്ക് അടിക്കാണ്. പോലീസുകാരാണ് നാട്ടിലുള്ള ഇന്ത്യക്കാർ തന്നെയാണല്ലോ. ബീഡ് പോലീസ് വാലോക്കോ മാർനേക്കോ തയ്യാറത്തെ, ആൾക്കൂട്ടം പോലീസുകാരെ വളഞ്ഞിട്ട് അടിക്കാൻ തയ്യാറാവുന്നു. തബ് ഇബ്രാഹിം അലി കഹ്റേ, അപ്പൊ അതിൻ്റെ ഇടയിൽ ചോരയിൽ മുറിഞ്ഞ് വേദന കൊണ്ട് പുളഞ്ഞു കളിക്കുന്ന ഇബ്രാഹിം അലി കഹ്റേ ഹി വിളിച്ചു പറയുന്നുണ്ടായിരുന്നു, കി ഹം ഭായി, നമ്മൾ സഹോദരങ്ങളാണ്, ആപ്പസ് മേഡ് ലഡ്ന നഹി ചാഹിയെ, പരസ്പരം ലഡ്ന, പോരടിക്കാൻ പാടില്ല. അവർക്ക് ആക്കി കുപ്പായിട്ടു എന്നുള്ളൂ, ബ്രിട്ടീഷുകാരെ പണിയെടുക്കുന്നുള്ളൂ, പക്ഷെ അവർ ഇന്ത്യക്കാരാണ്, നമ്മൾ പരസ്പരം അടിക്കരുത്. സബി ഭാരതീയ ഏക് സാത്ത് രഹോ, പറ്റുമെങ്കിൽ എല്ലാ ഇന്ത്യക്കാരും ഒന്നായി മാറൂ. അതായത് പോലീസുകാരോടും പറയുന്നു സ്വാതന്ത്ര്യ പങ്കാളി അവൻ, എല്ലാവരും ഒന്നായി മാറൂ. ഹമേ സ്വതന്ത്ര സൂര്യോദയ, നമുക്ക് സ്വാതന്ത്ര്യത്തിന്റെ സൂര്യോദയം ജറൂർ സാഗാർ ഹോ ജായക, തീർച്ചയായിട്ടും ആ സൂര്യോദയം നമുക്ക് കാണാൻ അവസരം ഉണ്ടാവുമെന്ന് ഇബ്രാഹിം അലി പറയുന്നു. ഇതോടുകൂടിയാണ് ആ നാടകം അവസാനിക്കുന്നത്. ശരിക്കും നമുക്ക് സ്വാതന്ത്ര്യ സമരത്തിന്റെ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി ഇതുപോലെ നമുക്ക് സൂര്യോദയം കാണാൻ കഴിഞ്ഞു. പക്ഷേ ആ ജാഥയിൽ ഇറങ്ങി പുറപ്പെട്ടവരും പല സ്വാതന്ത്ര്യ സമര സേനാനികൾക്കും അതിനുള്ള ഭാഗ്യമുണ്ടായില്ലെങ്കിലും അവരുടെ ജീവൻ ബലിയർപ്പണത്തിന്റെയും അവരുടെ ത്യാഗത്തിന്റെ ഫലമായി അടുത്ത തലമുറയ്ക്കാണ് അതിൽ ഏറ്റവും കൂടുതൽ അനുഭവവും സുഖവും ലഭ്യമായി എന്നുള്ളതാണ്. നമുക്ക് വേണ്ടിയായിരുന്നു അവർ കഷ്ടപ്പെട്ടത്. അപ്പോൾ രാജ്യം വഴിതെറ്റി പോകാതിരിക്കാൻ അവർക്ക് വേണ്ടി കണ്ണിൽ എണ്ണയൊഴിച്ച പോലെ നമ്മൾ കാത്തിരിക്കേണ്ടത്, ഈ രാജ്യത്തിന് വേണ്ടി നമ്മൾ വളരെ ശ്രദ്ധയോടെ കാത്തിരിക്കേണ്ടത് നമ്മൾ ഓരോരുടെയും ഉത്തരവാദിത്തമാണ് എന്നുള്ള ദേശബോധം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പാഠം നമുക്ക് പഠിക്കാനുള്ളത്. അല്ലേ? ഇതാണ് ഇതിന്റെ സമ്മറി. ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട 1-2 ക്വസ്റ്റ്യൻസ് ആണ് ബാബു സാർ ഇതിൽ പറയുന്നത്. ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്, നിരവധിയ കാര്യങ്ങളിൽ പഠിക്കാനുണ്ട്. ആ ചോദ്യങ്ങൾ നമുക്ക് നോക്ക്. 1-2 ചോദ്യം പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം ക്ലാസ്. ഇബ്രാഹിം അലിക്ക് ചരിത്രപര ടിപ്പണിയിലേക്ക്, സ്വാതന്ത്ര്യ സമര സേനാനിയായ ഇബ്രാഹിം അലിയെ കുറിച്ചുള്ള ക്യാരക്ടർ സ്കെച്ച് നിങ്ങളോട് ചോദിക്കും. സ്വാഭാവികമായിട്ടും 4 മാർക്ക് ചോദിക്കും. അങ്ങനെ ചോദിച്ചാൽ നമ്മൾ എഴുതേണ്ടത് ഉത്തരം പ്രേംചന്ദ് കി കഹാനി, പ്രേംചന്ദിന്റെ കഥയായ ജുലൂസ് എന്ന് പറയുന്നത് ജാഥയുടെ ഈ നാട്യരൂപാന്തർക്ക, ഈ നാടകാവിഷ്കാരത്തിന്റെ പ്രമുഖ പാത്ര ഹെ ഇബ്രാഹിം അലി, പ്രധാനപ്പെട്ട കഥാപാത്രമാണ് ഇബ്രാഹിം അലി. സ്വരാജിക്ക് പ്രാപ്തിക്കലി, സ്വരാജ്യം ലഭ്യമാകുന്നതിന് വേണ്ടിയിട്ട് ഉൻകെ നേതൃത്വമേ, അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ജുലൂസ് ചൽ രഹാ ഹെ, ജാഥ നടക്കുകയാണ്. ഇസ്ലിയെ ഇബ്രാഹിം അലി ഗാന്ധിജി സെ പ്രഭാവിത് ഹെ, ഇബ്രാഹിം അലി ആട്ടെ
ഗാന്ധിജിയെ പ്രഭാവിത്, ഗാന്ധിജിയെ കണ്ട ആവേശം കൊണ്ടിട്ടാണ് ഇബ്രാഹിം അലി ഈ സാന്ദ്ര പ്രക്ഷോഭത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. ഓക്കെ, ഹം ദുക്കാനെയും ലൂട്ടിനെയും, ഞങ്ങൾ കടകൾ കൊള്ളയടിക്കാനോ മോട്ടറേയും തൂടിനെ നെഹിനിക്കലേ, മോട്ടറേയും വാഹനങ്ങൾ തകർക്കാനോ നെഹിനിക്കലേ ഇറങ്ങി പുറപ്പെട്ടവരല്ല. ഇബ്രാഹിം അലിക്ക് ഈസ് കഥൻസെ, ഇബ്രാഹിം അലിയുടെ ഈ വാക്കിൽ നിന്ന്, കഥൻസെ വചനത്തിൽ നിന്ന്, ഉൻപർ അദ്ദേഹത്തിൽ ഗാന്ധിജിക്ക് അഹിംസ തത്വ, ഗാന്ധിജിയുടെ അഹിംസ എന്ന തത്വത്തിന്റെ സ്പഷ്ട പ്രഭാവ ദേക്കിനേക്കോ മിൽത്തെ. ആ ഒറ്റ അനൗൺസ്മെന്റിൽ ഞങ്ങൾ രാജ്യം തകർക്കാൻ വേണ്ടിയും ഞങ്ങളൊന്നും കൊള്ളയടിക്കാൻ വേണ്ടി തകർക്കാൻ വേണ്ടി വന്നതല്ല എന്ന് വിളിച്ചു പറയുന്ന ഇബ്രാഹിം അലിയുടെ ആ ഒറ്റ വാക്കിൽ നിന്ന് മഹാത്മാഗാന്ധിയുടെ അഹിംസാ സിദ്ധാന്തം എത്രമാത്രം അദ്ദേഹത്തിൽ സ്വാധീനം ചെലുത്തി എന്നുള്ളത് ഒറ്റ വരിയിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇബ്രാഹിം അലി ബൗത്ത് ഹി സാഹസിഹെ, ഇബ്രാഹിം അലി വലിയ സാഹസികനാണ്. ഓർ നിഡർബിഹെ, പേടിയില്ലാത്ത ആളാണ്. അതായത് തൊട്ട് മുൻപിൽ നിൽക്കും, പോലീസുകാർ വെടിവെക്കുകയാണെങ്കിൽ ആദ്യം തനിക്ക് കൊള്ളട്ടെ, ലാത്തി ചാർജ് ചെയ്യുകയാണെങ്കിൽ ആദ്യം തനിക്ക് കൊള്ളട്ടെ എന്ന് പറഞ്ഞ്, അല്ലാതെ എവിടെയോ ദന്തഗോപുരങ്ങളിൽ നിന്നിട്ട് അനൗൺസ് ചെയ്തിട്ട് അണികളെ പറഞ്ഞേക്കുന്ന നേതാവേ അല്ല, അദ്ദേഹം മുൻപിലുണ്ടാവും. അദ്ദേഹം എന്താണ്? നിഡർഹെ, പേടിയില്ലാത്ത ആളാണ്. സാഹസികെ, ഭയങ്കര സാഹസികനാണ്, റിസ്ക് എടുക്കുന്ന ആളാണ്. इसलिए वही यातनाओं को झेलकर, അതുകൊണ്ട് തന്നെ സകല കഷ്ടപ്പാടുകളെ യാതനാओं को झेलकर സഹിച്ചിട്ട് ലക്ഷ്യക്ക് ഓർ അഗ്രസർ ഹേ, ലക്ഷ്യത്തിലേക്ക് അഗ്രസർ ഹേ, മുൻപിൽ നിൽക്കുന്ന ആളാണ് അദ്ദേഹം. ഇബ്രാഹിം അലി സച്ചേ ദേശപ്രേമി ഹേ, ഇബ്രാഹിം അലി ഏറ്റവും നല്ലൊരു ദേശസ്നേഹിയാണ്. ഓർ സ്വരാജ്യക്ക് പ്രാപ്തിക്ക് ലിയേ, സ്വരാജ്യം പ്രാപ്തമാകുന്നതിന് വേണ്ടി, സ്വായത്തമാകുന്നതിന് വേണ്ടി ഷഹീദോനെ കോ ബി തയ്യാർ ഹേ, ഷഹീദ് ഹോന എന്ന രക്തസാക്ഷിയാവാൻ പോലും തയ്യാറാണ്. ആത്മവിശ്വാസ് രക്കിനെ വാലാ ഹേ, അദ്ദേഹം എപ്പോഴും ആത്മവിശ്വാസം വെച്ച് പുലർത്തുന്നു. ആളുകൾ അടികൊള്ളുമ്പോൾ എന്തിനാ ഇബ്രാഹിം അലി സാബ് നമ്മൾ ഇങ്ങനെ വെറുതെ ജാഥ നടത്തുന്നത്, നമുക്ക് സ്വാതന്ത്ര്യം കിട്ടൂല, ബ്രിട്ടീഷുകാർ പോയി എന്നൊന്നല്ല. അദ്ദേഹം എന്ത് പറഞ്ഞു? ആത്മവിശ്വാസ് രക്കിനെ വാലാ ഹേ, ആത്മവിശ്വാസം വെച്ച് പുലർത്തുന്ന ആളായിരുന്നു. ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുക തന്നെ ചെയ്യുമെന്നുള്ള സന്ദേശം ഉയർത്തിപ്പിടിച്ചു. കഥ അതുപോലെ തന്നെ സാത്യോപ്പർ, കൂടെ നടക്കുന്നവരിൽ ആ വിശ്വാസ് രക്കിനെ വാലേ, കൂടെ നടക്കുന്നവരിൽ കോൺഫിഡൻസ് നിറയ്ക്കുന്ന ആളും കൂടിയായിരുന്നു ഇബ്രാഹിം അലി. ഇതാണ് ഇബ്രാഹിം അലിയെ കുറിച്ചുള്ള ക്യാരക്ടർ സ്കെച്ച്. ഓക്കെ, ഇനി നമുക്ക് വളരെ പ്രധാനമായിട്ട് വ്യാപാരികളായ 3 പേരുണ്ടല്ലോ. ഓക്കെ, ശംഭുനാഥ്, ദീൻദയാല്, അല്ലെ, മൈക്കു. ഈ 3 പേരിലെ ഏറ്റവും സ്വാതന്ത്ര്യ സമര സേനാനികളോട് അനുകൂലമായ സമീപനം എടുക്കുന്ന ഒരു ബിസിനസ്സുകാരനാണ് മൈക്കു. അദ്ദേഹത്തിനെ കുറിച്ചുള്ള ക്യാരക്ടർ സ്കെച്ച് ചോദിച്ചാൽ നമുക്ക് എങ്ങനെ എഴുതാം എന്നുള്ളതാണ്. നമുക്ക് നോക്കൂ മൈക്കു കെ ചരിത്രപ്പ ടിപ്പണി. മൈക്കുവിന്റെ ക്യാരക്ടർ സ്കെച്ച് ചെയ്താൻ വേണ്ടി പറഞ്ഞാൽ, ജുലൂസ് നാട്യ രൂപാന്തരക്ക മുഖ്യ പാത്ര ഹേ മൈക്കു. ജുലൂസ് നാടകാവിഷ്കാരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളൊന്നാണ് മൈക്കു. ദേശപ്രേമി ഹേ, അദ്ദേഹം വലിയൊരു ദേശസ്നേഹിയാണ്. സ്വരാജ്യോ കെ ജുലൂസ് ക, സ്വരാജികളുടെ ജാഥയെ സമർത്ഥൻ കർത്തയെ ന്യായീകരിക്കുന്ന ആളാണ്. ഓർ ഉസ്മേ ഭാഗ് ലേനെ ചാത്തെ, അതിൽ പങ്കാളിയാവാനും ആഗ്രഹിക്കുന്ന ആളാണ്. ഓക്കെ, ജബ് അന്യ വ്യാപാരി, എപ്പോഴാണോ മറ്റു കച്ചവടക്കാരായ ശംഭുനാഥ് ഓർ ദീൻദയാൽ, ശംഭുനാഥും ദീൻദയാലും ഗാന്ധിജിക്ക് നേതൃത്വ, ഗാന്ധിജിയുടെ നേതൃത്വത്തെ ശങ്കാ പ്രകടത്തെ, ഗാന്ധിയുടെ അയാൾ പോരെ, ഗാന്ധിജി ഒന്ന് ഊതിയാ പറന്നു പോകുന്ന മനുഷ്യനാണ്, അദ്ദേഹത്തിന് നടക്കാനാവില്ല, എവിടെയെങ്കിലും തളർന്നു വീണുപോകും എന്നൊക്കെ പറഞ്ഞാൽ നേതൃത്വത്തിന് വീക്കാണ് എന്ന് പറയുന്ന ആ വാദത്തോട് എന്താണ് ശങ്കാ പ്രകടത്തെ ആരെയും നമ്മുടെ ദീൻദയാലും ശംഭുനാഥും പ്രകടിപ്പിക്കും. തബ് അപ്പോൾ മൈക്കു ഉൻക വിരോധ കർത്തെ, മൈക്കു ആണ് അത് എതിർക്കുന്നത്. ഗാന്ധിജിക്ക് നേതൃത്വപ്പർ, അദ്ദേഹം ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഭരോസ രക്തായ പ്രതീക്ഷ അർപ്പിക്കപ്പെടുന്ന മനുഷ്യൻ കൂടിയാണ്. അവർ ഉന്നെ നേതാമാനത്തെ, ഒരു അസല നേതാവായ ഉഗ്രനായ നേതാവാണ് മഹാത്മാഗാന്ധി എന്ന് മനസ്സിൽ കാണുന്ന ആളും കൂടിയാണ്. സ്വരാജിയോ പർ ഹുയേ ലാഠി ചാർജ് കി ഖബർ, സ്വരാജിയോ പർ സ്വാതന്ത്ര്യ സമര സേനാനികളിൽ ഹുയേ നടന്നിട്ടുള്ള ലാഠി ചാർജിന്റെ ഖബർ വാർത്ത സുൻകർ കേട്ടിട്ട് വബി അദ്ദേഹവും ജുലൂസ് മേം ഭാഗ് ലേനേക്കോ തയ്യാറോത്തെ, അദ്ദേഹം ജാതിയിൽ പങ്കാളികളാണ് തയ്യാറാവുന്നു. ഭാഗ് ലേന എന്നൊക്കെ, ഭാഗ് ലേനേക്കോ അല്ലേ, ബാസ് എന്നാണുള്ളത്, ഭാഗ് ലേനേക്കോ തയ്യാറോത്തെ അല്ലേ. ഭാഗ് ലേനേക്കോ തയ്യാറോത്തെ, അദ്ദേഹം ജാതിയിൽ പങ്കെടുക്കാൻ തയ്യാറാവുന്നു. മൈക്കു ബോത്ത് ഹി നിഡർ ഹെ, മൈക്കു ആട്ടെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കുന്നതിന് അല്പം പോലും പേടിയില്ലാത്ത ആളുമാണ്. ഓക്കെ, ഇനി നമ്മളോട് ശംഭുനാഥിന്റെ ചരിത്രത്തിനാണ് മൂന്നാമത്തെ ഒരാളാണ് ശംഭുനാഥ് അല്ലേ. ശംഭുനാഥിനെ പറ്റി ചോദിച്ചു കഴിഞ്ഞാൽ, ചിത്രാ മുദ്ഗൽ കെ നാട്യ രൂപാന്തർ കാ ജുലൂസ് ഏക് പാത്ര ഹേ ശംഭുനാഥ്. ചിത്രാ മുദ്ഗൽജിയുടെ നാടക രൂപാന്തരത്തിന്റെ ഒരു കഥാപാത്രമാണ്, ചിത്രാ മുദ്ഗൽജിയുടെ നാടക രൂപാന്തരമാവുന്ന ജുലൂസിലെ ഒരു കഥാപാത്രമാണ് ആര്, ശംഭുനാഥ്. അംഗ്രേസോക്കെ വിരുദ്ധ, ഇംഗ്ലീഷുകാർക്ക് വിരുദ്ധമായിട്ട് ഇബ്രാഹിം അലിക്ക് നേതൃത്വമേയും, ഇബ്രാഹിം അലിയുടെ നേതൃത്വത്തിൽ ചലാനെ വാലെ നടന്നു വരുന്ന ജുലൂസ് കോ ജാദേ മാനേക്കോ പഹലേവേ തയ്യാർ നഹി ഹോത്തെ,
അംഗീകരിക്കാൻ അദ്ദേഹം ആദ്യം തയ്യാറായിരുന്നില്ല. ഉൻകെ അനുസാർ അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ജുലൂസ് കാ കോയി നതീജ നഹി ഹോത്ത, ജാഥയ്ക്ക് ഒരു ഫലവും ഉണ്ടാവില്ല, നതീജ ഫലം ഉണ്ടാവില്ല. സർക്കാർ പർ ഇസ്കാ കോയി അസർ നഹി ഹോത്ത, ഗവൺമെന്റിൽ ഈ ജാഥയ്ക്കൊന്നും ഒരു ഇൻഫ്ലുവൻസും ചെലുത്താൻ കഴിയില്ല എന്നാണ് ആദ്യം പറഞ്ഞത്, നമ്മുടെ ശംഭുനാഥ് പറയുന്നത്. മൈക്കുവാണ് ഇതിന് അവർ എതിർക്കുന്നത്. സമാജിക്കെ ബഡേ ബഡേ ലോഗ്, സമൂഹത്തിലെ വലിയ സൊസൈറ്റിയിലെ വലിയ ആളുകൾ സർക്കാർ കെ പക്ഷമേ, ഗവൺമെന്റിന്റെ പക്ഷത്താണ്. യേ സബ് ഹോത്തെ ഹുയേ ബി, ഇങ്ങനെയൊക്കെ ആണെങ്കിലും ശംഭുനാഥ് കെ ചരിത്രമേ, ശംഭുനാഥിന്റെ സ്വഭാവത്തിൽ ദേശപ്രേമിക്ക് ഭാവന നഹി ഹേ, ദേശസ്നേഹത്തിന്റെ ഭാവന ഇല്ലായിരുന്നു. ലേക്കിൻ ജബ് സ്വരാജ്യോ പർ, എപ്പോഴാണോ സ്വാതന്ത്ര്യ സേനാനികൾക്ക് ലാത്തി ചാർജ് ഖബർ, ലാത്തി ചാർജിന്റെ വാർത്ത ഫൈൽ ജാത്തിയ നാട്ടിൽ പടർന്നു പിടിക്കുന്നത്, വ്യാപകമാകുന്നത്, തബ് ശംഭുനാഥ് ബി, അപ്പ ശംഭുനാഥിനും ദേശപ്രേമിക്ക് ഭാവനാസെ, ദേശസ്നേഹത്തിന്റെ ഭാവന കൊണ്ട് പ്രഭാവിത് ഹോക്കർ, അതിൽ സ്വാധീനം ചെലുത്തിയിട്ട് ജുലൂസ് മേ ഭാഗ് ലേനെക്കോ തയ്യാറാവത്തെ, ജാഥയിൽ പങ്കാളിയാവാൻ വേണ്ടി തയ്യാറാവുന്നു. അന്തമേ അവസാനം സ്വരാജ്യവും കിസാദ്, സ്വാതന്ത്ര്യ സമര സേനാനികളുടെ കൂടെ മിൽക്കർ ചേർന്നിട്ട് ദേശ് കെ ലിയെ, രാജ്യത്തിന് വേണ്ടി ഷഹീദ് ബന്നേക്കോ ബി, രക്തസാക്ഷി ആവാൻ വേണ്ടിയിട്ട് തയ്യാറോ ജാത്തെ, അദ്ദേഹം തയ്യാറായി മാറുന്നു എന്നുള്ളതാണ്. ഇനി ഇതിൽ പഠിക്കാനുള്ളത് വളരെ പ്രധാനിയായ ഒരു ബ്രിട്ടീഷ് പോലീസ് ഓഫീസറെയാണ്. അദ്ദേഹം ബ്രിട്ടീഷുകാരായിരുന്നില്ല, പോലീസ് ഓഫീസറാണ്. ഓക്കെ, അദ്ദേഹം പഞ്ചാബിയാണ്. അദ്ദേഹത്തെ കുറിച്ച് നമ്മളോട് ചോദിക്കും. ഇബ്രാഹിം അലിയും കെ ചരിത്രപ്പർ, ഇതിൽ പ്രധാനമായിട്ട് നമ്മൾ പഠിക്കാനുള്ളത് 3 ആളെയാണ് നമ്മൾ പഠിക്കേണ്ടത്. 1 സ്വാതന്ത്ര്യ സമര സേനാനിയായി ഇബ്രാഹിം അലിയെ കുറിച്ചുള്ള ക്യാരക്ടർ സ്കെച്ച്. 2 ബിസിനസ്സുകാരിൽ ഏറ്റവും പാവപ്പെട്ടവനായതും എന്നാൽ സ്വാതന്ത്ര്യ സമര സേനാനിയുടെ പക്ഷം നിൽക്കുന്ന വ്യവസായിയാണ്, കച്ചവടക്കാരാണ് മൈക്കു. 3-മത്തത് ഏറ്റവും കുറനായ പോലീസ് ഓഫീസറെ കുറിച്ചാണ് ബീർബൽ സിംഗ്. ഓക്കെ, ഖൽനായകാണ്, പ്രതിപുരുഷനാണ്, ഇബ്രാഹിം അലിയുടെ ഓപ്പോസിറ്റായ വില്ലൻ കഥാപാത്രമായ നാടകയിലെ ബീർബൽ സിംഗ്. ചരിത്ര ടിപ്പണിയിലേക്ക് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഓക്കെ, നോക്കൂ മക്കളെ, ഇതിലെ ചോദ്യം ഇബ്രാഹിം അലിയുടെ ക്യാരക്ടർ സ്കെച്ച് ചെയ്താൽ വന്നാൽ, ജുലൂസ് നാട്യരൂപാന്തരമേ, ജുലൂസ് എന്നുള്ള നാട്യരൂപാന്തരത്തിൽ പ്രസ്തുത പാഠഭാഗമേ, ഈ പാഠഭാഗത്തിൽ ബീർബൽ സിംഗ് കാ ചരിത്ര, ബീർബൽ സിംഗിന്റെ സ്വഭാവം ഖൽ നായക് കാഹേ, ചരിത്ര തന്നെ ഹിന്ദിയിൽ സ്വഭാവം എന്നാണ്, അല്ലാണ്ട് ഹിസ്റ്ററി അല്ല കേട്ടോ. ഖൽ നായക് കാഹേ, ഖൽ നായക് തന്നെ പ്രതിപുരുഷൻ എന്നാണ്, വില്ലൻ എന്നാണ് അർത്ഥം അല്ലേ. ബീർബൽ സിംഗ് ബീർബൽ സിംഗ് ദാരോഗാഹേ, ബീർബൽ സിംഗ് ആരാണ് നിങ്ങൾ കേട്ടില്ലേ, നായക് ഹൂമേ ഖൽനായക് ഹൂമേ, പ്രതിപുരുഷൻ എന്നാണ് അല്ലേ. അപ്പൊ ഖൽനായക് ഹേ, ബീർബൽ സിംഗ് ദാരോഗാഹേ, ബീർബൽ സിംഗ് പോലീസ് ഓഫീസറാണ് മക്കളെ. ജുലൂസ് മേ ജാഥയിൽ നിക്കലെ ഇറങ്ങി പുറപ്പെട്ട സ്വാതന്ത്ര്യ സേനാനിയോക്കോ, സ്വാതന്ത്ര്യ സമര സേനാനികളെ റോക്കിനെ തടയാൻ വേണ്ടി പ്രയത്നം നടത്തി അദ്ദേഹം ഭയങ്കരമായി പ്രയത്നിക്കുന്നു. അംഗ്രേസോങ്ക ആജ്ഞാനുവർത്തി ബൻകർ, ഇംഗ്ലീഷുകാരുടെ ആജ്ഞാനുവർത്തിയായിട്ട് സ്വാതന്ത്ര്യ സേനാനിയോക്കോ, നമ്മുടെ രാജ്യത്തെ സഹോദരങ്ങളായ സ്വാതന്ത്ര്യ സമര സേനാനികളെ ബഡി ക്രൂരസെ മാർത്തെ, ഒരു കണ്ണിൽ ചോരയില്ലാതെ ക്രൂരമായിട്ട് മർദ്ദിക്കുന്ന ആളാണ് ഇയാൾ. ബ്രിട്ടീഷുകാർ 1 കൊടുക്കാൻ പറഞ്ഞാൽ 10 കൊടുക്കുന്നു. അതുകാരി നമ്മളെ സഹോദരങ്ങളെ. ഏക്ക് നിർദ്ദയ ദാരോഗ ഹേ, അദ്ദേഹം കരുണയില്ലാത്ത ദാരോഗയാണ്, പോലീസ് ഓഫീസറാണ്, ദാരോഗ ഓഫീസർ. ജുലൂസ് കാ നേതാ ഇബ്രാഹിം അലിക്ക് ഊപ്പർ, ജുലൂസിന്റെ ജാഥയുടെ നേതാവായ ഇബ്രാഹിം, സ്വാതന്ത്ര്യ സമര സേനാനിയായ ഇബ്രാഹിം അലിയുടെ മേലെ ബീർബൽ സിംഗ് ഗോഡേക്കോ ചടാത്തെ, തള്ളിയിട്ടിട്ട് കുതിര അദ്ദേഹത്തിന്റെ മേലോട് ഓടിക്കുന്നുണ്ട്. സ്വരാജ്യോ കെ അഭിപ്രായമേ, അതുകൊണ്ട് തന്നെ സ്വാതന്ത്ര്യ സമര സേനാനിയുടെ അഭിപ്രായത്തിൽ ബീർബൽ സിംഗ് ജല്ലാദ് ദാരോഗാഹേ, ബീർബൽ സിംഗ് ജല്ലാദ് ദാരോഗായ, ക്രൂരനായ ഓഫീസറാണ്. അംഗ്രേസോങ്ക പിട്ടുഹേ, അദ്ദേഹം ബ്രിട്ടീഷുകാരുടെ പാദസേവനാണ്, അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരുടെ ചെരുപ്പ് നക്കി എന്നുള്ള സ്വഭാവക്കാരനാണ്. ബീർബൽ സിംഗ് കാ ചരിത്ര, ബീർബൽ സിംഗിന്റെ സ്വഭാവം ഇങ്ങനെയാണ് നമ്മൾ പഠിക്കുന്നത്. ഇവിടെ നമുക്കിവിടെ നിർത്താം, പക്ഷേ ഈ പാഠത്തിന്റെ ബാക്കി ഭാഗങ്ങളുണ്ട്, നാടകത്തിലേക്ക് പിന്നെയും ഭാഗമുണ്ട്. ബീർബൽ സിംഗ് കാ ചരിത്ര ഇത്ര നീജ് ഹോനെ പർ ബി, ബീർബൽ സിംഗിന്റെ സ്വഭാവം ഇത്ര ക്രൂരമാണെങ്കിലും അന്തമേ, ഈ കഥയും കഴിഞ്ഞ് കഥ വലുതുണ്ട്, അവസാനം അപ്പനെ ദേശദ്രോഹി കർമ്മം പർ പച്തായ, തന്റെ പിറന്ന നാടിനോട് കാണിക്കുന്ന ക്രൂരതയിൽ അദ്ദേഹം പശ്ചാത്തപിക്കുന്നുണ്ട്. ഓർ സച്ചാ ദേശഭക്ത ബൻജാത്തെ, അവസാനം അദ്ദേഹം ഇന്ത്യയെ സ്നേഹിക്കുന്ന ഒരാളായി മാറുന്നുമുണ്ട്. ഓക്കെ, ഇതാണ് ബീർബൽ സിംഗിനെ കുറിച്ചുള്ള ടിപ്പണി തരാൻ വേണ്ടി നമ്മൾ പറഞ്ഞത്. ഓക്കെ, ഇനി നിങ്ങളോട് ചോദിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സിമ്പിൾ ചോദ്യം നമുക്ക് ആണ്, പ്രൗഢമായ ഒരു ചോദ്യമാണ്, സിമ്പിളായിട്ട് ചെയ്താവുന്നതാണ്, ഉജ്ജ്വലമായ ഒരു ചോദ്യം. മാൻലേ, നിങ്ങൾ മനസ്സിലാക്കൂ, ആപ്കെ സ്കൂൾ നിങ്ങളുടെ സ്കൂളിൽ ഹിന്ദി ക്ലബ് ദ്വാര, ഹിന്ദി ക്ലബ്ബ് വഴിയായി, നിങ്ങൾ +1 ഹിന്ദി ക്ലബ്ബ് ഉണ്ടാക്കിയിട്ടുണ്ടോ മക്കളെ?
ഹിന്ദി ക്ലബ്ബ് ഉണ്ടാക്കണം. ഓരോ പ്രോഗ്രാമുകൾ നമ്മൾ ചെറുതായി ചാർട്ട് ചെയ്യണം. ടീച്ചറോട് നിങ്ങൾ സംസാരിച്ചിട്ട്, സാറോട് സംസാരിച്ചിട്ട് ഹിന്ദി ക്ലബ്ബ് ഉണ്ടാക്കുക. അതൊരു ഒരുപാട് ആക്ടിവിറ്റീസ് നമുക്ക് അതിൽ ചെയ്യാനുണ്ട്. ഓക്കെ, ഏതാ നോക്ക്, മാനിലെ മനസ്സിലാക്കൂ. ആപ്കെ സ്കൂൾ മേ, നിങ്ങളുടെ സ്കൂളിൽ ഹിന്ദി ക്ലബ്ബ് കെ ദ്വാര, ഹിന്ദി ക്ലബ്ബ് വഴിയായിട്ട് ആഗസ്റ്റ് 15 ആഗസ്റ്റ് 15 സ്വാതന്ത്ര്യ ദിവസ് സമാരോഹ്, സ്വാതന്ത്ര്യ ദിവസത്തിന്റെ പരിപാടിയുടെ അവസരത്തിൽ, സ്വാതന്ത്ര്യദിനത്തിന്റെ പരിപാടിയുടെ അവസരത്തിൽ സ്വതന്ത്രത ദിവസ് സമാരോഹ്, സ്വാതന്ത്ര്യ ദിനത്തിന്റെ സമാരോഹ് പ്രോഗ്രാമിന്റെ അവസർ पर ജുലൂസ് നാടക മഞ്ചൻ ഹോനെ വാല ഹെ. നിങ്ങളുടെ സ്കൂളിൽ ആഗസ്റ്റ് 15 സ്വാതന്ത്ര്യദിന പ്രോഗ്രാം പരിപാടികളുടെ കൂടെ നിങ്ങൾ എന്താക്കുന്നു, ജുലൂസ് നാടക മഞ്ചൻ ഹോനെ വാല ഹെ. ജുലൂസ് എന്ന് പറഞ്ഞ നാടകം മഞ്ചൻ ഹോനെ വാല ഹെ സ്റ്റേജിൽ അവതരിപ്പിക്കാൻ പോകുന്നു. അപ്പൊ നിങ്ങൾ ഒരു ബീർബൽ സിംഗ് ഉണ്ടാവണം, നല്ലൊരാള്. ശംഭുനാഥ് മൈക്കും ദീൻദയാലും ഉണ്ടാവണം കച്ചവടക്കാരായിട്ട്. അതുപോലെ തന്നെ സ്വാതന്ത്ര്യ സമര സേനാനിയുടെ നേതാവായ ബീർബൽ സിംഗ്, ഈ 4 പേരെ മിനിമം നിങ്ങൾ കണ്ടെത്തണം അല്ലേ? ഓക്കെ, എന്നിട്ട് മഞ്ചൻ ഹോനെ വാല, ബാക്കിയൊക്കെ സൗണ്ട് സിസ്റ്റത്തിൽ ലാത്തി ചാർജ് ഒക്കെ സ്റ്റേജിൽ നിന്ന് നോക്കിക്കുന്നത് പോലെ അവിടെ കാണിക്കുന്ന പശ്ചാത്തലം ഒരുക്കി ഉണ്ടാക്കിയാൽ മതി. ഓക്കെ, സമയമുണ്ട്. ഓക്കെ, ഹോനെ സ്റ്റേജിൽ നടക്കാൻ പോകുന്നു. इसके लिए एक ആകർഷക പോസ്റ്റർ തയ്യാർ കരി. അത് കാണാൻ കുട്ടികളെ ക്ഷണിച്ചുകൊണ്ടുള്ള ഒരു ആകർഷകമായ പോസ്റ്റർ, വിജ്ഞാപനമല്ല, അഡ്വർടൈസ്മെന്റ് അല്ല, പോസ്റ്റർ ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ ചോദിച്ചാൽ നിങ്ങൾക്ക് 6 മാർക്കാണ്. സിമ്പിൾ. ആ ചോദ്യത്തിന് ഉത്തരം നൽകുക. ഇങ്ങനെയാണ് ഇതിന്റെ. നോക്കൂ മക്കളെ, 6 മാർക്കാണ്. വൃത്തിയും വെടുപ്പോടി വലുതാക്കിയത്. ചിത്ര മുദ്ഗൽ കി നാട്യ രൂപാന്തരം, ചിത്ര മുദ്ഗൽജിയുടെ നാടക രൂപാന്തരം ജുലൂസ് ജാഥ. ആഗസ്റ്റ് 15 സവേരെ 10 ബജെ, ആഗസ്റ്റ് 15 രാവിലെ 10 മണിക്ക് പതാക ഉയർത്തി ചെറിയ സ്പീച്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം സ്കൂൾ സഭാഗൃഹമേ, നമ്മുടെ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ സബ്കാ സ്വാഗതം, എല്ലാവർക്കും സ്വാഗതം. ഹിന്ദി ക്ലബ്ബ്, സർക്കാരി ഹയർ സെക്കൻഡറി സ്കൂൾ ഡാഷ്. ഇത്രയും എഴുതി വെച്ചാൽ നിങ്ങൾക്ക് ഇതിൽ 6 മാർക്കാണ്. ഈ 4 പാഠങ്ങളിലെ ഏറ്റവും മർമ്മപ്രധാനമായ കാര്യങ്ങളാണ് മക്കളെ ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഇത്തരം ചോദ്യങ്ങൾ മാത്രമല്ല വരിക, നിരവധിയായ വൺ വേർഡ് ക്വസ്റ്റ്യൻസ്, മറ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ ആദ്യം കാണിച്ചതുപോലെ വരാനുണ്ട്. അതൊക്കെ നമുക്ക് മറ്റ് വീഡിയോയിലും മാരത്തോൺ ലൈവുകളിലും നമ്മൾ ബാബു സാർ അതുമായിട്ട് വരും. നിങ്ങൾ കൃത്യമായിട്ട് കാണുക, ഫുൾ മാർക്ക് സ്വന്തമാക്കുക. +1 നമുക്ക് ഈസിയാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് പഠിച്ച് മാർക്ക് ഉണ്ടാക്കാം. ഓക്കെ, അപ്പോൾ താങ്ക് യു.